എല്ലാവർക്കും അസോംസാഫ്റ്റിന്റെ അഹല്യ സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജീസിന്റെ അടുത്തൊരു മറ്റൊരു വെബിനാറിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും പുതിയൊരു സംരംഭമായിട്ടുള്ള അഹല്യ സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജീസ് സിനിമയിലുള്ള ഏറ്റവും കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജീസിലുള്ള കോഴ്സസ് ആണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 5 വെർട്ടിക്കൽസിലാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാച്ചലർ ഓഫ് വിഷ്വൽ ആർട്സ് എന്നുള്ളൊരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ബാച്ചലർ ഓഫ് വിഷ്വൽ ആർട്സ് ഇൻ വെർച്വൽ പ്രൊഡക്ഷൻ, സിനിമാറ്റിക് VFX, എക്സ്റ്റെൻഡഡ് റിയാലിറ്റി, ആനിമേഷൻ, ഫിലിം ഡിസൈൻ, AI മീഡിയ ആൻഡ് പ്രാക്ടീസ് എന്നീ കോഴ്സുകളിൽ അണ്ടർ ഗ്രാജുവേറ്റ് ബാച്ചലർ ഓഫ് വിഷ്വൽ ആർട്സ് പ്രോഗ്രാമും 1 year ഡിപ്ലോമ ഇൻ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ്, 1 year ഡിപ്ലോമ ഇൻ സ്ക്രീൻ ആക്ടിങ്, ഇങ്ങനെ 2 ഡിപ്ലോമ കോഴ്സുകളും പിന്നെ സ്ക്രീൻ റൈറ്റിങ്ങിന് ഒരു വീക്കെൻഡ് കോഴ്സ്, അതൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമായിട്ടും പിന്നെ സ്ക്രീൻ ആക്ടിങ്ങിന് ഒരു വീക്കെൻഡ് കോഴ്സ്, അതും ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമായിട്ടാണ് നമ്മളുടെ ആദ്യത്തെ അക്കാഡമിക് ഇയറിൽ നമ്മൾ ഓഫർ ചെയ്യുന്നത്. നമ്മുടെ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ നമ്മൾ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വീഡിയോ പ്രസന്റ് ചെയ്തതിനു ശേഷം നമുക്ക് വെബിനാറിലേക്ക് തിരിച്ചു വരാം. What makes us create? What drives us to tell stories? Why is there an irresistible urge to express? At Ahalia School of Media Studies and Future Technologies, we are passionate about crafting stories that are uniquely yours, transforming imagination into lasting impact. Our mission is to turn your imagination into a powerful narrative, fueling inspiration and innovation. ടെക്നോളജിയും ആർട്ടും ഒരുമിച്ച് ചേരുന്ന സിനിമ എന്ന് പറയുന്ന മേഖലയിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് കണ്ടുകൊണ്ട് അവരവർ സെലക്ട് ചെയ്യുന്ന ഈ കോഴ്സുകളിലെ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി പ്രാക്ടീസിലൂടെ ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. Introducing ASOMSAFT, where innovation meets education in one of the largest green campuses in the country. ASOMSAFT is like an answer to a lot of questions. We have a lot of things running around, like generative AI, the green screens, and the LEDs and all these things. At ASOMSAFT, what we are precisely trying to do is like make all these things into a creative process. I feel that in a film institute, the most important factor is the faculty. So we have handpicked the faculty. So we got the best of talents from South India to teach here at ASOMSAFT. So we are actually making a platform such that the industry people can come and interact with the students and have a chat with them, and the students can learn a lot from them. Explore our cutting-edge Bachelor of Visual Arts programs approved by MSU in virtual production, AI media arts and practice, VFX, extended reality and animation. Enhance your craft with our diploma and certification courses in screenwriting and screen acting. Join us on a journey where every creation is a statement, every story a legacy. Welcome to ASOMSAFT. We are here. എല്ലാവർക്കും സ്വാഗതം മറ്റൊരു വെബിനാറിലേക്ക്. ഇന്ന് നമ്മളുടെ വെബിനാറിന്റെ ടോപ്പിക് ഫ്രം കോൺസെപ്റ്റ് ടു സ്ക്രീൻ, വെർച്വൽ പ്രൊഡക്ഷൻ ആൻഡ് ഇമേഴ്സീവ് സിനിമ എന്നുള്ളതാണ്. ഇന്ന് നമ്മളുടെ ഈ വെബിനാറിൽ നമ്മളുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ള വളരെ എസ്റ്റീംഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് മിസ്റ്റർ മഹേഷ് നാരായണൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ടേക്ക് ഓഫ്, അറിയിപ്പ്, മലയും കുഞ്ഞ്, മാലിക് മുതലായ സിനിമകളുടെ സംവിധായകനാണ് അദ്ദേഹം. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പ്രത്യേകിച്ച്.
അദ്ദേഹം ആക്ച്വലി അദ്ദേഹത്തിന് അത് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഫോറത്തിൽ വരാൻ അദ്ദേഹം ടൈം സ്പെയർ ചെയ്തതിന് അദ്ദേഹത്തോട് അത് നന്ദി പറയണം. നമ്മളോടൊപ്പം ഇന്ന് ഈ സെമിനാർ മോഡറേറ്റ് ചെയ്യാനായിട്ട് ഫിൽം മേക്കറും അതുപോലെ അഹല്യ സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജീസിലെ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള അഭിലാഷ് വിജയൻ ഉണ്ട്. അഭിലാഷിനെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഹലോ. കൂടാതെ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതായത് തൊടുപുഴയിൽ നിന്നും ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ടാലന്റ് നർച്ചറിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ സീനമോൾ എന്ന് പറയുന്ന ഫിസിക്സ് ടീച്ചറുടെ കൂടെ അവർ 43 സ്റ്റുഡൻസും 3 ടീച്ചേഴ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരത് ക്ലാസ് റൂമിൽ പ്രൊജക്ട് ചെയ്യാൻ അറ്റൻഡ് ചെയ്യുന്നത്. അവരെ ഞാൻ വെൽക്കം ചെയ്യുന്നു. തൊടുപുഴയിൽ അവരെ വെൽക്കം ചെയ്യുന്നു. അഭിലാഷ് ഏട്ടന് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പോസ്റ്റ് ചെയ്യണം. അപ്പം മഹേഷ് ഏട്ടൻ്റെ അടുത്ത് ഒരു തുടക്കത്തിലൊരു ചോദ്യം എന്നുള്ള രീതിയിൽ ഒരു ഇത് ചോദിക്കാൻ വന്നത്. അതായത് മഹേഷ് ഏട്ടൻ നമ്മൾ മുമ്പ് സംസാരിച്ച സമയത്ത് മഹേഷ് ഏട്ടൻ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഒരു 2 സ്പെക്ട്രത്തിന്റെ അറ്റം കണ്ടിട്ടുള്ള ആളാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മഹേഷ് ഏട്ടൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടത്ത് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടം തൊട്ട് ഇതുവരെയുള്ള ഒരു ടെക്നോളജിയുടെ ഒരു മാറ്റം, അതെങ്ങനെയാണ്, അതിന്റെ വശങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ തുടങ്ങിയ നന്നായിരിക്കും തോന്നുന്നു. റോബിൻ, ഹായ്, താങ്ക് യു ഫോർ ദിസ് പ്ലാറ്റ്ഫോം. കുറച്ച് ആൾക്കാരോട് സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട്. സോ ലൈക്ക് എനിക്ക് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന പോലെ ഇങ്ങനെ പഴയതാണ് നല്ലത്, പുതിയത് കുഴപ്പമാണ്, അങ്ങനെയല്ല. പുതിയതിനെ നമ്മളിങ്ങനെ കുറച്ചുകൂടെ അടുത്ത് നമ്മളിങ്ങനെ എംബ്രേസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. എല്ലാ കാലത്തും പുതിയ തന്നെയാണ് നല്ലത്. എനിക്ക് ഇപ്പൊ ഈ ടെക്നിക്കലി ഉള്ള ഒരു പ്ലാറ്റ്ഫോമിന് നമ്മളൊരു വളർച്ച, നമ്മൾ സിനിമയിലുള്ള ഒരു സമയം തൊട്ടുള്ള ഒരു വളർച്ച നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയുന്നത്, സെല്ലോയിഡിൽ നിന്ന് പതുക്കെ ഡിജിറ്റലിലേക്ക് മാറിയ സമയത്തുണ്ടായിരിക്കുന്ന കുറച്ച് മാറ്റങ്ങൾ അല്ലാതെ സിനിമയുടെ എഴുത്തിലോ അല്ലെങ്കിൽ അതിന്റെ ആസ്വാദനത്തിലോ ഒന്നും കാര്യമായ ഒരു മാറ്റമോ ഒന്നും ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ സിനിമ കാണാനുള്ള, അതായത് ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ചുകൂടി അധികം ഒന്നും നമ്മളിപ്പോ പറയാതെ മെയിൻ സ്ട്രീം സിനിമകളിൽ തന്നെ ഈ വരികൾക്കിടയിലൂടെയൊക്കെ വായിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടു തുടങ്ങുന്നുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നു. കാരണം അധികം ഒന്നും സ്പൂൺ ഫീഡ് ചെയ്യാതെ ചില വിഷയങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഈ ലാംഗ്വേജിലോട്ട് അല്ലെങ്കിൽ കഥ പറച്ചിലിന്റെ രീതിയിലോട്ട് ആളുകൾ കുറച്ചുകൂടെ ഇമ്മേഴ്സ്ഡ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ പോലെ അത്രയധികം ക്ഷമാശീലത്തോടു കൂടി ഇത് കണ്ടിരിക്കാനുള്ള ഒരു ഊർജം ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഡിപ്പെൻസ് ഓൺ ദ വേ യു നറേറ്റ് ആണ്. നറേറ്റീവിന്റെ ഒരു സുഖം ആദ്യമേ കിട്ടണം. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒരു സ്ലോ ബേണറായിട്ട് പോകുന്ന ഒരു സാധനങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ ഒരു സമയം എടുത്തൊക്കെ കാര്യങ്ങൾ എക്സ്പോസിഷനൊക്കെ കുറച്ചുകൂടെ സമയം കൊടുത്ത് പോകേണ്ട ഒരു സമയത്ത് ഇന്ന് ചിലപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഏർലി ആയിട്ടുള്ള ഒരു എക്സ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അത് റൈറ്റേഴ്സിനും ചാലഞ്ചാണ്, അത് ഫിലിം മേക്കേഴ്സിനും പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ഇവന്റ്സിനെ എങ്ങനെ ക്രോഡീകരിക്കുന്നതനുസരിച്ച് പ്ലോട്ട് പോയിന്റുകളെ കുറച്ചുകൂടെ അടുപ്പിക്കാനും കുറച്ചുകൂടെ വേഗത്തിൽ കഥ പറയാനും ഒക്കെ ഉള്ള ഒരു തോട്ട് തുടക്കത്തിലേ തന്നെ തുടങ്ങുന്നുണ്ട്. അത് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ടൈം ഫ്രെയിമിനകത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമുക്കൊരു ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഓഡിയൻസിലേക്ക് ഇട്ടുകൊടുത്ത് അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ പോലെ നടക്കുക. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ ഇസ് മോർ ഇന്ററാക്റ്റീവ്. അങ്ങോട്ടാണ് ഇതിന്റെ പോക്ക്, അങ്ങോട്ടാണ്. ലൈക്ക് കുറച്ചുകൂടെ സംവേദിക്കാനായിട്ട് അവരിലൂടെ ഒരു അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട്, കാഴ്ചക്കാരെയും കൂടെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് ഉള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മളിപ്പോ ഇന്ന് കാണുന്ന ഗെയിമിംഗ് സ്ട്രക്ചറിന്റെ ഒരു ലെവലിലേക്ക് ഒരു പരിധി വരെയൊക്കെ ഒരു കഥ പറച്ചിന്റെ രീതി മാറാനുള്ള വളരെയധികമായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനുള്ള പല വെന്യൂസും പലയിടത്തും ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആദ്യമൊക്കെ വളരെ
പെരിഫറൽ ആയിട്ടായിരിക്കും, പിന്നെ അതിനകത്ത് ഇൻഡെപ്ത് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങേണ്ടതായിട്ട് വരും. പക്ഷെ ഇവോൾവ് ചെയ്യാണ്, ഇതിങ്ങനെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈമർലി ഐ തിങ്ക് ഓഡിയൻസ് ആർ ട്രൂ പാർട്ടിസിപ്പൻസ്. അതിപ്പോ സ്ക്രീനിലായാലും ഞാൻ പറഞ്ഞ ഒരു 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 കളക്റ്റീവ് തിയേറ്ററിക്കൽ വ്യൂവിലായാലും, അല്ലെങ്കിൽ ഒരു വളരെ പേഴ്സണൽ സ്പേസിൽ നമ്മളുടെ മൊബൈൽ ഫോണിലായാലും ആ ഒരു 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 ഇന്ററാക്റ്റീവ് പ്രോസസ്സ് ആണ് ഇനി കുറച്ചുകൂടെ ബെറ്റർ ആവുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഇതുവരെയുള്ള ഒരു ജേർണിയിൽ എനിക്ക് മനസ്സിലായത്. മഹേഷ് ഏട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ പേര് അഭിലാഷ്, ഞാൻ അവിടെ ഫാക്കൽറ്റിയാണ് ASOMSAFT. ഹായ് അഭിലാഷ്. ഹായ്. എങ്ങനെയാണ് ഇപ്പൊ ഇതിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ പുതിയ പോസിബിലിറ്റീസിനെ എങ്ങനെയാണ് കാണുന്നത്? ഇമേഴ്സീവ് സിനിമയായാലും അതുപോലുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെ എങ്ങനെയാണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കൾ കാണുന്നതെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട്. നമ്മളിപ്പോ എനിക്ക് മനസ്സിലായിടത്തോളം എല്ലാ കാലത്തും സൗണ്ട് ആണ് എല്ലാ കാലത്തും ഒരു ഫസ്റ്റ് ലീപ്പായിട്ട് കാണുന്നത്. ഇപ്പൊ നമ്മള് സിൻസ് വി ആർ മോർ ക്ലോസ് ടു ദിസ് പെർട്ടിക്കുലർ ഫോം ഓഫ് സിനിമ വേർ വിഷ്വൽ ആൻഡ് സൗണ്ട് ആർ ബോത്ത്, രണ്ടും ഈക്വലി ആവശ്യമുള്ള രണ്ട് സ്ട്രീം ആയതുകൊണ്ട് സൗണ്ടിനകത്താണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത്. ആദ്യത്തെ ലീപ്പ് എപ്പോഴും സൗണ്ടാണ്, വിഷ്വൽ കംസ് സെക്കൻഡ്. അതിങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോ ആദ്യം ഡിജിറ്റൽ ആയത് ആക്ച്വലി വിഷ്വൽ അല്ല, ആദ്യം ഡിജിറ്റൽ ആയത് സൗണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് വിഷ്വൽ അത് മാച്ച് ചെയ്യാണ്. വിഷ്വൽ അതിലേക്ക് എത്താനുള്ള ആ ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് സെല്ലുലോയിഡിന്റെ ക്വാളിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫിസിക്കൽ ക്വാളിറ്റി ഓർ കാഴ്ചയുടെ അവസ്ഥയെ കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു ഫിറ്റ്നസ്, ആ ഫിറ്റ്നസിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് വിഷ്വൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് തലയ്ക്ക് മുകളിൽ ഒരു സ്പീക്കർ വന്നു. ഈ തലയ്ക്ക് മുകളിലുള്ള സൗണ്ട് സ്പേസിലേക്ക് മിക്സ് ചെയ്ത് തുടങ്ങുന്ന കാലത്ത് വൈ ദിസ്, എന്തിനാണ് ഈ സൗണ്ട് സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും. കാരണം വിഷ്വൽ അതിലേക്ക് മാച്ച് ചെയ്യാനായിട്ട് ഇപ്പോഴും വിഷ്വൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വിഷ്വൽ സ്പേസിന് അങ്ങനെ ഒരു കഥ പറയാനുള്ള ഒരു ടൂൾ കിട്ടി തുടങ്ങിയിട്ടില്ല. സോ ഇപ്പോഴാണ് കുറച്ചുകൂടെയൊക്കെ ഇപ്പോഴും നമ്മൾ സ്റ്റീരിയോസ്കോപ്പിൽ നിൽക്കുകയാണ്. നമ്മൾ ഇപ്പോഴും എന്താ പറയുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇമ്മേഴ്സീവ് ഒരു 360 വ്യൂയിങ്ങിലൊക്കെ ഉള്ള അതായത് നമ്മളിപ്പോഴും ഈ അക്കാഡമി റേഷ്യോ അല്ലെങ്കിൽ സിനിമാസ്കോപ്പ് റേഷ്യോ എന്നൊക്കെ പറയുന്ന ആ ഒരു ടെംപ്ലേറ്റ് ഫോർമാറ്റിൽ നിന്നൊക്കെ മാറി നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒരു സ്പേസിലേക്കൊക്കെ മാറി തുടങ്ങാൻ ഒരു ലീപ്പ് എടുക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. സോ ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സൗണ്ടിലുള്ള ഈ ഒരു അഡ്വാൻസ്മെന്റ്സിനെയൊക്കെ നമ്മൾ വിഷ്വൽ കുറച്ചുകൂടെ കോംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ ഇപ്പൊ ലോട്ട് ഓഫ് തിങ്സ് ആഡ് ഓൺസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് പാൻഡമിക് ഈ ഒരു സമയത്ത് കുറെ അധികം ഈ പറഞ്ഞ പോലെ ടെക്നോളജിയുടെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച്, വെർച്വൽ പ്രൊഡക്ഷന്റെ ആവശ്യകതയെ കുറിച്ച് കുറച്ച് കൂടുതൽ ആൾക്കാരെ അവെയർ ആക്കി. കാരണം ആ സമയത്താണ് എല്ലാവർക്കും മനസ്സിലായത് ഓക്കെ ഇത്രയും ഒരുപാട് വലിയൊരു ക്രൂ മെമ്പേഴ്സ്, കാരണം ക്രൂ സ്ട്രെങ്ത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. ഡെഫിനറ്റ്ലി ഇപ്പൊ ഒരു വലിയ സിനിമ ആലോചിക്കുന്ന സമയത്ത് അത്രയും ക്രൂവിന്റെ ഒക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആള് ഹി ക്യാൻ ഓപ്പറേറ്റ് എ ക്യാമറ വേറെ മറ്റെവിടെയോ ഇരുന്ന് അദ്ദേഹത്തിന് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ള സാങ്കേതികത ഡെവലപ്പായി കഴിഞ്ഞു. ലൈറ്റിംഗ് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കളർ സ്കീംസ് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈവൻ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അൺറിയലിന്റെ ഡെവലപ്മെന്റ് ആണ് ആക്ച്വലി ഏറ്റവും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക വേഗത്തിൽ നടക്കുന്നത്. ഇതെല്ലാം ആദ്യം എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ഗെയിമിങ്ങിലേക്കാണ് ആദ്യം വരുന്നത്. സോ ഇഫ് യു ലുക്ക് അറ്റ് സിനിമ, ഈവൻ റിഫ്ലെക്സ് ക്യാമറാസ് ഉണ്ടാക്കിയത് തന്നെ യുദ്ധം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ഈ പറഞ്ഞ പോലുള്ള സാധനങ്ങൾ ഗെയിമിങ്ങിലേക്ക് വരുന്ന, അതായത് ഇപ്പൊ ഒരു വളരെ റെസൊല്യൂഷൻ കൂടിയ ഒരു ടെലിഫോട്ടോ ലെൻസ് നിർമ്മിക്കുന്നത് ചിലപ്പോൾ സ്പേസ് ടെക്നോളജിക്ക് ആയിരിക്കും. അതേപോലെ ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലേക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നു, അതിന്റെ ബൈ പ്രോഡക്റ്റ് ബെനിഫിറ്റഡ് ആവുന്ന സിനിമയാണ്. അതുപോലെ ആണ് ഇപ്പൊ ഇന്ന് ഗെയിമിങ്ങിൽ ഉണ്ടാവുന്ന റിസർച്ച്. ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന AI ആയാലും
ഇമേഴ്സീവ് വ്യൂയിങ് ആണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ ഗെയിമിങ്ങിലാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാരണം ആവശ്യങ്ങൾ ഉണ്ടാവുന്നത്. കാരണം അവിടെയാണ് കൺസ്യൂമേഴ്സ് കൂടുതൽ. സോ അവരുടെ രീതിയിൽ അൺറിയൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കാൻ പാടില്ല? എന്താ പറയുന്നത്, ഇപ്പൊ നമ്മളൊരു സ്റ്റുഡിയോ ഫ്ലോറിൽ ഗ്രീൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനകത്ത് ആക്ടേഴ്സിനെ സംബന്ധിച്ചുള്ള അവർക്കൊന്നും കിട്ടുന്നില്ല. ദേ ആർ നോട്ട് ഇന്ററാക്ടിങ് വിത്ത് ഒന്നുമില്ല, ചുറ്റും ഒരു പച്ച സ്ക്രീനിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും ബുദ്ധിമുട്ട് പിടിച്ചൊരു ഒരു പരിപാടി വേറെ ഇല്ല. കാരണം ബോറിംഗ് ആണ്, ഹെക്റ്റിക് ആണ്, ഒന്നുമില്ല. സോ ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത് അവർക്ക് ആ ഒരു വേൾഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, ഈവൻ പ്രൊഡക്ഷൻ ഡിസൈനർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുക, അവിടെയുള്ള സ്പേസിന്റെ എന്തെങ്കിലും ഒരു റിയൽ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഞാൻ പറയുന്നത് പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫിയുടെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുക, DOPക്ക് അത് കാണാൻ പറ്റുക, ഡയറക്ടർക്ക് ഈ പറഞ്ഞ പോലെ ഓൺ ലൊക്കേഷൻ നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കാണാൻ കഴിയുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് കാണുകയാണ്. കാരണം അതിലൂടെ പോകുന്ന കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ കുറെ അധികം പ്രോസസ്സുകൾ കൊളാബറേറ്റീവ് ആയിട്ട് മാറും. അതിപ്പോ ഞാൻ പറയുന്നത് ഇപ്പൊ സൗണ്ടിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നിപ്പോ എല്ലാ പ്ലാറ്റ്ഫോംസും ആവശ്യപ്പെടുന്നത് ബിക്കോസ് ഓക്കെ പാൻഡമിക് ഗേവ് എ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജ് ടു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ടു എൻറ്റർ ഇൻ ടു റീജിയണൽ സ്പേസ്. അപ്പൊ അവർക്ക് റീജിയണൽ സ്പേസിൽ നിൽക്കുന്ന ഒരു സിനിമയ്ക്ക്, മലയാളം പോലൊരു സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോ കന്നഡയോ തമിഴോ പോലുള്ള സിനിമകൾക്ക് ദേ നീഡ് അഡീഷണൽ ലാംഗ്വേജസ്. അപ്പൊ ആ അഡീഷണൽ ലാംഗ്വേജസിന് നമ്മളിപ്പോ ഒരു മാസത്തെ പ്രോസസ്സ് ഇന്നിപ്പോ സൗണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഈ പറഞ്ഞ പോലെ ഓട്ടോമേറ്റഡ് ഡബിങ്സ് തുടങ്ങിക്കഴിഞ്ഞു. ലൈക്ക് യുനോ ടെക്സ്ചർ മാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇപ്പൊ ടെക്നികളർ പോലത്തെ ലാബുകൾ, ഡീലക്സ് പോലുള്ള ലാബുകൾ അതിന്റെ റിസർച്ച് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. അവരിപ്പോഴാണ് അതിനെ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഒറ്റ എന്താ പറയുക, ഒറ്റ ക്ലിക്കിൽ ഇതിനെ ഒരു പല വേർഷൻസിലേക്ക് ഇതിന്റെ ഈ പടത്തിന്റെ വേർഷൻസ് മാറ്റാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള അഡ്വാൻറ്റേജ്. അതിന്റെ ടെക്നിക്കൽ ഫിറ്റ്നസിന്റെ കാര്യത്തിനെ കുറിച്ച് ഞാനിപ്പോ കടക്കുന്നില്ല. കാരണം അതിന്റെ പെർഫെക്ഷനിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? നമ്മളിപ്പോഴും കാണുന്നതല്ലേ. നമ്മളിപ്പോ ഒരു ഫോർമാറ്റ് ഉണ്ടാവുന്നു, അതിപ്പോ പണ്ട് കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എമർഷൻ നമ്പർ വന്നു, ഒരു പുതിയ ഒരു സ്റ്റോക്ക് വന്നാൽ ആ സ്റ്റോക്ക് ഒന്ന് ആൾക്കാരൊന്ന് ആ സ്റ്റോക്കുമായിട്ടൊന്ന് മേർജ് ആയി വരാനായിട്ട്, അതായത് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ടെക്നോളജിയായിട്ടൊക്കെ ആൾക്കാരൊന്ന് പ്രോപ്പറായിട്ട് ഓക്കെ ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിന്റെ രീതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു സമയം എടുക്കുമായിരിക്കും. പക്ഷെ ആ സമയം വളരെ പെട്ടെന്ന്, ഞാൻ പറയുന്നത് ഇന്നിപ്പോ ഒരു ഭയങ്കരമായിട്ടൊരു റെവല്യൂഷൻ ഉണ്ടാവാൻ, അതായത് റെവല്യൂഷൻ ആയിട്ടൊരു ഡിവൈസ് വന്നു, ആ ഡിവൈസിനെ പെട്ടെന്ന് നമ്മൾ പോപ്പുലറൈസ് ചെയ്യാൻ അധികം, പണ്ടൊക്കെ ഒരു വർഷമോ 2 വർഷമോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇന്ന് വിത്തിൻ വീക്സ് ഇത് എല്ലായിടത്തോട്ടും സ്പ്രെഡ് ഔട്ട് ആവുകയാണ്. നമ്മൾ കുറച്ചു കാലമൊക്കെ ജോലി ചെയ്യാണ്ട് ഇരുന്ന് തിരിച്ചു വരുമ്പോഴേക്കും ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞല്ലോ. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നു. അത് പലർക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. കാരണം ഇതൊക്കെ ഹ്യൂമൻ സ്കിൽസിന്, അതായത് ഇപ്പൊ ഓക്കെ US നടന്ന ഈ പറഞ്ഞ സാഗാഫ്റ്റയുടെ ഫൈറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഗിൽഡിന്റെ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാലും ശരിയാണ്. കാരണം ഒരു സ്ക്രീൻ റൈറ്റിംഗ് AI സ്ക്രീൻ റൈറ്റിംഗ് സോഫ്റ്റ്വെയറിന് ഒരു യൂണിയൻ അഫിലിയേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുന്നത്, അതിന്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവൻച്വലി ഇറ്റ് ഈസ് വേർ ഇറ്റ് ഇസ് ഹെഡിങ്. സോ നമുക്ക് ഇതിനകത്ത് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഇതിലേക്ക് നമ്മൾ ഇതൊന്നുമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോൺ ലീനിയർ അതിലേക്ക് സിനിമ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്തില്ല ഞങ്ങൾ ലീനിയറിലേക്ക് കട്ട് ചെയ്യത്തുള്ളൂ, ലീനിയറിലേക്ക് ഞങ്ങൾക്ക് സെല്ലോയിഡിൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന ഒരു വിഭാഗം അന്നുണ്ടായിരുന്നു, സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നും ഇപ്പൊ നമ്മൾ ഇപ്പോഴും ഡിജിറ്റൽ ഒരു സുപ്പീരിയർ ഫോർമാറ്റ് ആയിട്ട് പറയുമ്പോഴും ഇന്നും എത്രയോ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് സെല്ലോയിഡ് പ്രിഫർ ചെയ്യുന്നുണ്ട്. സോ അത് ആ സെല്ലോയിഡ് പ്രിഫർ ചെയ്യുന്നത് മാത്രമല്ല, സെല്ലോയിഡ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ അത് നമ്മൾ മനസ്സിലാക്കണം. സോ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓക്കെ AI റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത് എന്തൊക്കെ നോക്കിയാലും ഇറ്റ്സ് ലൈക്ക് എന്താ പറയുന്നത്, ഉള്ള ഡാറ്റാബേസിൽ നിന്ന് പുതിയൊരു സാധനം അവർക്ക് റിഫൈൻ ചെയ്ത് ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. ദെയർ ഈസ് നോ കൈൻഡ് ഓഫ് ന്യൂ
അല്ലെങ്കിൽ ഒറിജിനൽ ഇമാജിനേഷൻ, ഒറിജിനൽ തോട്ട് അതിനകത്ത് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ലൈറ്റിന്റെ സ്ട്രക്ചർ കാണിക്കുന്നു, ഇപ്പൊ AI വളരെ രസമായിട്ട് ഷാഡോസ് ഉണ്ടാക്കുന്നു, റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നു, വിൻഡ് ജനറേറ്റ് ചെയ്യുന്നു. ഇതെല്ലാം എവിടുന്നാണ് ഉണ്ടാക്കുന്നത്? ഇത് ഉണ്ടാക്കുന്നതിന്റെ ബേസിക് ആയിട്ട് വരുന്നത് അവരുടെ കയ്യിൽ, അവരുടെ ഡാറ്റാബേസിൽ ഉണ്ടാവുന്ന ഏതോ ഒരു കുറെ അധികം വിഷ്വലുകളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നിന്ന് കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. സോ യു കാൺ സേ ഇറ്റ്സ് എൻ ഒറിജിനൽ വേ ഓഫ് തിങ്കിങ്. പക്ഷെ ഇറ്റ് മേക്സ് തിങ്സ് ഈസി. കാരണം നമ്മൾ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് അവർക്ക് ചിന്തിക്കാൻ തുടങ്ങും. അത് ഡെഫിനറ്റ്ലി ക്യാമറ സെൻസറിലും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഡുവൽ സെൻസിറ്റി ISO ക്യാമറാസ് ഒക്കെ വന്നിരിക്കുന്ന സ്ഥലത്ത് രാത്രി കാലങ്ങളിലൊക്കെ പോയി ഒരു ക്യാമറ വെച്ച് നമ്മൾ ഈ കുറച്ച് ISO കൂടുതലായിട്ടൊക്കെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷെ ക്യാമറയിൽ എക്സ്പോസ് ആവുന്നുണ്ട്. സോ അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങണം, ഗ്രാജുവലി അതിനകത്ത് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങണം. അതിലേക്ക് നമ്മൾ നമ്മുടെ ലൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങണം, റൈറ്റിംഗ് സ്കിൽസ് ഇതിലേക്ക് മാറി തുടങ്ങണം. ഇതൊക്കെ ഇത് അഡാപ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം ഹ്യൂമൻ കളക്റ്റീവ് വ്യൂയിങ് എന്ന് പറയുന്നത്, അതായത് തിയേറ്ററിക്കൽ വ്യൂയിങ്ങിൽ കളക്റ്റീവ് വ്യൂയിങ്ങിന്റെ രസം നഷ്ടപ്പെടുത്താതെ എടുത്തോളം കാലം. കാരണം അതൊരിക്കലും നഷ്ടപ്പെടില്ല. ആ ഒരു കൂട്ടത്തോടെ ഇരുന്ന് സിനിമ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സമയം ഉള്ളിടത്തോളം കാലം സിനിമ കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആവും. കാരണം നമ്മൾ ആദ്യകാലത്തൊക്കെ നമ്മൾ 8mm 16mm എങ്ങനെയാണോ നമ്മളെ എല്ലാവരൊക്കെ അല്ലെ ഇപ്പൊ ഹോം വീഡിയോസിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ക്യാമറകൾ എങ്ങനെയാണോ ആളുകൾക്ക് വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നത്, അതുപോലത്തെ ഒരു ഡെമോക്രസി, അത് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു. അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മള് മഹേഷിനൊപ്പം സംസാരിച്ചപ്പോ ഒരു എക്സ്പീരിയൻസ് വൈസ് പാൻഡമിക്കിന്റെ കാലത്താണല്ലോ സീസൺ പോലത്തെ ഒരു സിനിമയൊക്കെ ഉണ്ടാവുന്നത്. അത് എന്തായിരുന്നു അതിന്റെ ഒരു തോട്ട് പ്രോസസ്സും, അതെങ്ങനെ ആഫ്റ്റർ ഡൂയിങ് ഇറ്റ് ഓൾസോ അത് എങ്ങനെയായിരുന്നു? ഒരു റെട്രോസ്പെക്റ്റീവില് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഒന്ന് പറയാൻ കഴിയും ആസ് എ ഫിലിം സീസൺ? സോ അത് ആക്ച്വലി ഒരു സ്ക്രീൻ ബേസ്ഡ് പടമാണ്, നിങ്ങൾ കണ്ടവർക്ക് അറിയാം. സോ ഞാൻ ആക്ച്വലി ഈ സ്ക്രീൻ ബേസ്ഡ് പടങ്ങൾ ഒത്തിരി അധികം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് എനിക്ക് പഴയ ഈ എന്താ പറയുന്നത് MS-DOSിലൊക്കെ ചെയ്യപ്പെട്ട ഒരു പടം ഉണ്ടായിരുന്നു, കോളിംഗ് ഫുഡ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. ഐ വാസ് വെരി ഫാസിനേറ്റഡ് ടുവേർഡ്സ് ദാറ്റ്, ബിക്കോസ് ഇതൊരു പുതിയ ലാംഗ്വേജ് ആണല്ലോ, പുതിയൊരു മീഡിയം ആണല്ലോ എന്നുള്ളത് ഒരു സംഭവം. അത് ഭയങ്കര ഒട്ടും റിഫൈൻഡ് ഒന്നുമല്ല, ഭയങ്കര എന്താ പറയുന്നത്, വളരെ പ്രൊഡക്ഷൻ വൈസും ഒക്കെ വളരെ അധികം ആളുകളിലേക്ക് എത്തില്ല. ഭയങ്കര നീഷായിരുന്നു. പക്ഷെ ഐ സ്റ്റിൽ റിമെമ്പർ ഗെറ്റിംഗ് ഫാസിനേറ്റഡ്. അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഏർജ് ഉണ്ട്. അതായത് ഓക്കെ, ഇത് കൊള്ളാലോ, ഇത് നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു മേഖലയാണല്ലോ, ഇതിനകത്ത് പല കാര്യങ്ങളും പറ്റുമല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ പലതരത്തിലുള്ള ഫോംസും പല ആളുകളും തുടങ്ങി. അതെല്ലാം കൂടുതലും ത്രില്ലർ അല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഫൗണ്ട് ഫുട്ടേജ്, അങ്ങനത്തെ ഒക്കെ പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പം എവിടെയോ ഒരു വീഡിയോ അതിപ്പം ആ പെർട്ടിക്കുലർ ഫിലിമിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഫഹദും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളിനകത്ത് ഒരു വീഡിയോ യൂസ് ടു കം. അത് ആ വീഡിയോയുടെ ഒരു പ്രത്യേകത എപ്പോഴും അതൊരു സ്ത്രീ സ്വന്തം ക്യാമറയുടെ സ്വന്തം ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതൊരു വെർട്ടിക്കൽ ആസ്പെക്ട് റേഷ്യോയിലുള്ള ഒരു വീഡിയോ ആണ്. സോ ഇറ്റ് വാസ് വെരി ഹോണ്ടിങ്, ഡിസ്റ്റർബിങ് ആയിരുന്നു. അപ്പൊ അതിങ്ങനെ കുറച്ചു കാലം ഞങ്ങളിങ്ങനെ ഞങ്ങളുടെയൊക്കെ ചർച്ചകളിൽ ഞങ്ങളിങ്ങനെ അത് ചില വീഡിയോസ് നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കുറച്ചു കാലം നമ്മുടെ കൂടെ ഇത് ട്രാവൽ ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പം എവിടെയോ ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോ ഇത് ഇങ്ങനത്തെ സാധനം എന്തുകൊണ്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? വൈ കാണ്ട് ആക്ടേഴ്സ് റീക്രിയേറ്റ് ദീസ് തിങ്സ്? അതായത് ഇതിപ്പോ നമ്മളൊരു പുറത്തുനിന്ന് ഒരു POV ആയിട്ട് ഒരു ക്യാമറ വെച്ച് ഇതിനെ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇത് കിട്ടില്ല. ബിക്കോസ് ദെൻ വി വിൽ നോ ദാറ്റ് ഈവൻ ഇഫ് ഇറ്റ്സ് എ ഡോക്യുമെന്റഡ് വീഡിയോ, നമ്മളിപ്പോ പുറത്തുനിന്ന് ഡോക്യുമെന്റ് ചെയ്യുകയാണെങ്കിൽ പോലും അവരുടെ ആ റിയൽ, അതായത് ആ വീഡിയോയിൽ ഉണ്ടാവുന്ന ഒരു പ്യൂരിറ്റി, ഒരു ഭയങ്കര വെർജിൻ ഫോം ഉണ്ട്. ആ ഫോം ഒരിക്കലും കിട്ടില്ല. അതിന്റെ കാരണം ഇറ്റ് ഈസ് ബിക്കോസ് അത് സെൽഫ് റെക്കോർഡഡ് ആയതുകൊണ്ടാണ്. അതിനകത്ത് അതിനൊരു ഒറിജിനൽ നേച്ചർ ഉണ്ട്. അതിനകത്ത് ഫ്രെയിം
ഫ്രെയിം ഒന്നും ബാലൻസ്ഡ് ഒന്നും അല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഇമേജ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു പ്രോസസ്സ് കൊണ്ടാണ് അതിന് ഒരു കുറച്ചുകൂടെ നമ്മളോട് എന്തൊക്കെയോ കൂടുതൽ പറയാൻ കഴിയുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവുകയും അങ്ങനെ ഒരു ഇതിനെ ചുറ്റിപ്പറ്റി ഒരു സ്ക്രീൻ ഡിവൈസിലൂടെ പോകുന്ന ഒരു കഥ ആലോചിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടായതാണത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്, പാൻഡമിക് ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു പടം ഞങ്ങൾക്ക് തിയേറ്ററിലേക്ക് ഇറക്കാനുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഗോട്ട് സ്റ്റക്ക് ഫോർ സോ മെനി റീസൺസ്. ബിക്കോസ് പ്രൊഡക്ഷൻ തീർന്നു, സൗണ്ട് സ്റ്റേജിൽ ഇരിക്കുന്ന പടം റിലീസ് ഡേറ്റ് തിയേറ്റർ മാറിപ്പോകുന്നു, ആൻഡ് ഒരു വെയിറ്റ് നടക്കുന്നു. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് എല്ലാവരും വീടുകളിൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ അതിനകത്ത് കണ്ട ഇത്രേ ഉള്ളൂ, എവറിബഡി ഹാഡ് ആൻ ഓപ്ഷൻ ഓഫ് വർക്കിംഗ് ഫ്രം ഹോം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം പരസ്യചിത്രങ്ങൾ, അഡ്വർടൈസ്മെന്റ് ഫിലിംസ്, ദേ സ്റ്റാർട്ടഡ് ഗിവിങ്. അതായത് എനിക്കറിയാവുന്ന സിനിമോഗ്രാഫേഴ്സ് ഒത്തിരി പേര് ഇപ്പം ബോംബെയിലൊക്കെ സ്ഥിരമായിട്ട് ആഡ്സ് ചെയ്യുന്ന സിനിമോഗ്രാഫേഴ്സ്, അവർ വീടുകളിൽ തന്നെ പരസ്യങ്ങൾ എടുത്തു തുടങ്ങി. ലൈക്ക് യുനോ sometimes their children will be models. Sometimes next അപ്പാർട്ട്മെന്റിലുള്ള ആളുകളായിരിക്കും മോഡൽസ് ആയിട്ട് വരുന്നത്. അതെല്ലാം ഒരു ടെസ്റ്റിമോണിയൽ കമേഴ്ഷ്യൽസ് ആയിരുന്നു. ബിക്കോസ് ദേ ഡിഡ്ന്റ് വാണ്ട് ദിസ് ഇൻഡസ്ട്രി ടു കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അവിടെ ആഗ്രഹിച്ചില്ല. സോ ദേ യൂസ് ടു ലൈറ്റ് ഉള്ള ലൈറ്റുകൾ വെച്ച് അവരുടെ വീടുകളിലൊക്കെ കിട്ടുന്ന പ്രാക്ടിക്കൽ ലൈറ്റ്സ് വെച്ചിട്ട് അവർ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അങ്ങനെ തുടങ്ങിയ ഒരു സാധനത്തിന് പിന്നീട് ഗ്രാജുവലി ഈ പറഞ്ഞ പോലെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആരിയൊക്കെ റിഗുകൾ ഇറക്കി. ദേ സ്റ്റാർട്ടഡ് വെർച്വൽ പ്രൊഡക്ഷൻ റിഗ്സ് കുറച്ചുകൂടെ പോപ്പുലറായി. സോ ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ലൈറ്റിംഗ് ആൾക്കാർ ഇവിടെ ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് കുറഞ്ഞ ഏരിയകളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവര് പ്രൊഡക്ഷൻ തുടങ്ങി. ആൻഡ് ആളുകൾ കുറച്ചുകൂടെ വെർച്വലി നിന്നുകൊണ്ട് സൂപ്പർവൈസ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ എന്താ ആലോചിച്ചത്, നമുക്ക് ഇങ്ങനെ ഒരു വെർച്വൽ പ്രൊഡക്ഷനുള്ള പോസിബിലിറ്റി ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഇപ്പോഴും ആലോചിച്ചിരുന്നത്, എല്ലാവരും ഒരു സ്ഥലത്ത് അസംബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു തോന്നലിൽ നിന്നാണ് ആ പടത്തിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ഏപ്രിൽ മാസമൊക്കെ ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദ പ്രൊഡക്ഷൻ ലൈക്ക് എഴുത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തത് വളരെ പെട്ടെന്നായിരുന്നു. ആൻഡ് വി റിലീസ് ദ ഫിലിം ഇൻ ആമസോൺ ഓൺ സെപ്റ്റംബർ 1st, ഐ തിങ്ക്. സോ അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഒരു പടം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് ഒരു 15 മെമ്പർ ക്രൂ ആയിരുന്നു. അത്രേ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. സോ ആൻഡ് ദാറ്റ് ക്രൂ വാസ് സോ ഹെൽപ്ഫുൾ ബിക്കോസ് മോസ്റ്റ്ലി പ്രൈമറി ഫുട്ടേജ് എന്ന് പറയുന്ന ഒരു ഫോണായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ക്യാപ്ചറിങ് ഡിവൈസ് ഒരു ഫോണായിരുന്നു. ആൻഡ് എന്ന് പറയുന്ന സർട്ടൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ് അതിനകത്ത് യൂസ് ചെയ്തിരുന്നത്. സോ എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫുൾഫിൽമെന്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയ ലാപ്ടോപ്പിൽ തന്നെയാണ് ഞാൻ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും, ഞാൻ പറഞ്ഞ പലതും ഷൂട്ട് ചെയ്തിരിക്കുന്നതും, അതിൽ തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നതും, അതിൽ തന്നെയാണ് ഇത് ഗ്രേഡ് ചെയ്തിരിക്കുന്നതും, അതിൽ തന്നെയാണ് ഇത് VFX ചെയ്തിരിക്കുന്നതും. അതിൽ നിന്ന് തന്നെയാണ് ഈ ആമസോൺ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് മെയിൽ അയച്ചതും. ആൻഡ് കണ്ടന്റ് ഇതിലേക്ക് അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇതൊരു കൊള്ളാലോ, ഇത് പരിപാടി കൊള്ളാം, രസമുണ്ട്. അപ്പൊ കാരണം അത്രയും സമയം നമുക്ക് കിട്ടിയതും കൊണ്ട് കൊണ്ടുവരണം കേട്ടോ. അത് ആ സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു വീടുകളിൽ തന്നെ. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ ഫ്രം ദ ഡെസ്ക് ഓഫ് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഫ്രം ദ ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇത് അയക്കും, അത്രേ ഉള്ളൂ. അത് അയക്കുന്നു, QC നടക്കുന്നു, QCയുടെ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അവര് QC ചെയ്യുന്നതും വീട്ടിലിരുന്ന. സോ they also don't have any option. അവർക്കും ഓഫീസൊക്കെ ഷട്ടാണ്, അവർക്കും വർക്കിംഗ് ഓഫീസ് ഒന്നും ഇല്ല. അപ്പം ആ ഒരു പൈപ്പ് ലൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പൈപ്പ് ലൈനിൽ ഇനിയും പടങ്ങൾ ചെയ്യാം. പക്ഷെ എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ദിസ് ലോക്ക്ഡൌൺ എല്ലാം റിലീസ് ആയ സമയത്ത് വീണ്ടും പൈപ്പ് ലൈൻ വെന്റ് ബാക്ക് ടു ദ ഒറിജിനൽ. കാരണം അപ്പോഴേക്കും നമ്മൾ അടുത്ത പ്രശ്നം എന്താ, നമ്മളിപ്പോ ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ 4 വാനിറ്റി പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ സ്ട്രഗിൾ. അപ്പൊ അത് ഇന്നും സ്ട്രഗിൾ തന്നെയാണ്. സോ ആ ഒരു സ്ട്രഗിളിൽ നിന്ന് നമുക്ക് മോചനം ഇല്ല. സോ അതിന് എനിക്ക് തോന്നുന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരണം, യുദ്ധമോ അല്ലെങ്കിൽ പാൻഡമിക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ഉണ്ടാകത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.
മഹേഷൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് അത് എന്റെ ഒരു കൺസേൺ ആണ്. അതായത് വിർച്വൽ നമ്മള് ഈ ഇമേഴ്സീവ് സിനിമകള്, VR ഹെഡ്സെറ്റുകളൊക്കെ വളരെ പോപ്പുലർ ആവുന്ന ഒരു കാലത്ത് ആസ് എൻ ഓഡിയൻ, ഒരു സ്പെക്ടേറ്റർ എന്ന നിലയിൽ എങ്ങനെയായിരിക്കും ആളുകൾ ഇതിനെ സ്വീകരിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് വളരെ പേഴ്സണൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആവുകയും അതേസമയം തിയേറ്റർ എക്സ്പീരിയൻസ് പോകുന്നതിനെ കുറിച്ച് താങ്കൾ സംസാരിച്ചു. നമുക്ക് ആ ഒരു കളക്റ്റീവ് ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു കാർണിവലിന്റെ മൂഡ് നഷ്ടപ്പെടുന്നു, പോപ്കോൺ ഇല്ല, അങ്ങനെയുള്ള ഒരു നമ്മള് സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു കളക്റ്റീവ് ലാഫ്, ഒരു കളക്റ്റീവ് സൈ, ഇതൊക്കെ നമുക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് സിനിമ വരും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് ഞാൻ വളരെ കുറച്ച് സിനിമകളെ കണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്കൾക്ക് എന്താ തോന്നിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അല്ല, എനിക്ക് അത് അതിപ്പോഴും ഡെവലപ്മെന്റ് ഇരിക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇപ്പോഴും ചില ഫിലിം ഫെസ്റ്റിവലുകളിൽ പോകുമ്പോഴാണ് നമ്മൾ ഇത്തരം പടങ്ങളുടെ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള പടങ്ങൾ കാണുന്നത്. ഇപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം BFI ഉള്ളപ്പം ഐ സോ എ സെറ്റ് ഓഫ് ഫിലിംസ് വിച്ച് ആർ ആക്ച്വലി കമ്മീഷൻ ബൈ ചൈനീസ് കമ്പനീസ് ആയിരുന്നു. അവരുടെ തന്നെ VR ഹെഡ്സെറ്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയായിരുന്നു. ആൻഡ് സർപ്രൈസിംഗ്ലി ദീസ് VR സെറ്റ്സ് ആർ നോട്ട് അവൈലബിൾ ഔട്ട്സൈഡ്. കാരണം പുറത്തില്ല. കാരണം അതിപ്പോഴും R&D നടക്കുന്നേ ഉള്ളൂ. ആൻഡ് നമ്മളിപ്പോ ഈ പറയുന്ന ആപ്പിൾ വിഷൻ പ്രോയുടെ ഒക്കെ അതിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വിഷ്വൽ സ്ട്രക്ചർ അതിനകത്തുണ്ട്. ലൈക്ക് എവിടെയോ അതിനകത്തുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് അതിന്റെ സ്പെക്ടർ അറിയില്ല. ലൈക്ക് നെവർ റിവീൽ. പക്ഷെ ഇപ്പോഴും അതൊരു ചിലതൊക്കെ ഒരു ഈ പറഞ്ഞ ഷോർട്ടാണ്. ഞാൻ പറഞ്ഞ ഒരു 8 to 10 minutes അല്ലെങ്കിൽ 12 minutes എന്നൊക്കെ പറയുന്ന ഒരു സമയത്തിലേക്കാണ് നിൽക്കുന്നത്. ഞാൻ പക്ഷെ കാണുന്ന അതിനേക്കാളും മുമ്പ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിയേറ്റേഴ്സ് വിൽ ബിക്കം സ്ട്രീമിംഗ്. ദാറ്റ് ഈസ് മൈ വേ ഓഫ് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം ഇപ്പോഴും നമ്മൾ തിയേറ്ററിൽ ഡിജിറ്റൽ എന്താ പറയുക പ്രൊജക്ഷൻ DCP ആണെന്ന് പറഞ്ഞാലും the thing is it's still the old process of like encoding, giving it to a player, like a service provider. They encode it with their own specifications and then they like hard drive ആക്കി അതിപ്പോഴും ഫിസിക്കലി നമ്മൾ കൊണ്ടുപോയി ഇപ്പൊ റീൽ ഇല്ലെന്നേ ഉള്ളൂ, പെട്ടി ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ പകരം ഒരു പെൻഡ്രൈവോ അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡ്രൈവോ നമുക്ക് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് അതിന്റെ QC നടത്തി അതിന്റെ ഒരു ലട്ട് ഉണ്ടെങ്കിൽ ആ ലട്ട് ഇട്ട് ഉപയോഗിച്ച് അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും DCP ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് മാറാൻ പോകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ലേസർ വന്ന് DCP ലേസറിലേക്ക് ആയ സമയത്ത് അപ്പോഴും ഇറ്റ്സ് മോർ ഓവർ ദ ലെസ് ദ സെയിം DCP, സെയിം കൈൻഡ് ഓഫ് വേ ഓഫ് പ്രൊജക്ഷൻ. അത് മാറി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ സാംസങ്ങിന്റെ ഒക്കെ ഒരു ഓണിക്സ് എന്നൊക്കെ പറഞ്ഞൊരു ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. PVR have got few screens ഇവിടെ ബോംബെയിലും ഹൈദരാബാദിലും ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. സോ അതൊരു നല്ല ടെക്നോളജി ആയിട്ട്, കാരണം അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ലാർജ് TV വേർ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന LEDs ആണ്. അതിനകത്ത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 55 തൊട്ട് 135 വരെയുള്ള LED-കൾ ഇങ്ങനെ പാനലുകൾ ജോയിൻ ചെയ്ത് ഒരു TV ആക്കി ഒരു ഇമേഴ്സീവ്, ഞാൻ പറഞ്ഞ പക്ഷെ അതിനൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് ഇറ്റ് കംസ് വിത്ത് ദെയർ ഓൺ ഡിഫോൾട്ട് സൗണ്ട്. അപ്പം തിയേറ്റർ പ്രൊജക്ഷനിൽ വരുമ്പോഴേക്കും കുറച്ചുകൂടെ നമുക്ക് ഇപ്പൊ ഇരിക്കുന്ന പ്രൊജക്ഷൻ ക്യാബിനിലേക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു 2-3 റോ നമുക്ക് സീറ്റ്സ് നമുക്ക് നഷ്ടപ്പെടും എപ്പോഴും. കാരണം ആ ക്യാബിന് അത്രയും സമയം വേണം, ആ ഒരു സ്പേസ് എടുക്കേണ്ടി വരും. ഇത് അതിന്റെ അത്രയും സ്പേസ് കൂടെ നമുക്ക് തിയേറ്ററിലേക്ക് സീറ്റുകളിലേക്ക് കിട്ടുകയാണ്. ഞാൻ പക്ഷെ ഇതിനകത്ത് കണ്ട അഡ്വാൻറ്റേജ് അതൊന്നുമല്ല. ഞാൻ കണ്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഓക്കെ, എനിക്ക് ഒരു പേടിയുണ്ട്. ബിക്കോസ് ദിസ് എൻഡ് ഓഫ് ദ ഡേ ദിസ് വിൽ ഗോ ഇൻ ടു എ ജയന്റ് കോർപ്പറേറ്റ്. ഇപ്പോ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ക്ലൗഡ് സ്പേസ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആമസോണിന്റെ കയ്യിലാണ്. ആമസോൺ വെബ് ആണ് ഏറ്റവും വലിയ ക്ലൗഡ് സ്പേസ്. ഈവൻ സ്പേസ് റിസർച്ചിന് പോലും അവരുടെ ക്ലൗഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പം അവരെ പോലുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഇതിന്റെ ഒരു മൊത്ത കച്ചവടം എടുക്കാം. ഞാൻ പറയാം, അതിപ്പോ ഇന്ത്യയിൽ ചിലപ്പോൾ ജിയോ ആയിരിക്കും ഇതിന്റെ മൊത്ത കച്ചവടം എടുക്കുന്നത്. അവർ അതുകൊണ്ടാണല്ലോ 5G അവർ മാത്രമാണ് ബിഡ് ചെയ്തിരിക്കുന്നത്. സോ അവരുടെ മാത്രമാണ് എന്റെ ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ അവരുടെ കാര്യങ്ങളായിരിക്കും. പ്ലാറ്റ്ഫോംസിലൂടെ ചിലപ്പോൾ അവർ ചിലപ്പോൾ നിയന്ത്രണം വരുത്തും. കാരണം ഇപ്പോ ഏത് പടം തിയേറ്ററിൽ ഇടണം, ഏത് പടം ഡിജിറ്റലിൽ പോകണം, ആ ഡിജിറ്റലിൽ തന്നെ കമ്പ്യൂട്ടറിലേക്ക് ഏത് പടം പോകണം, അല്ലെങ്കിൽ TV-യിലേക്ക് ഏത് പടം പോകണം, മൊബൈലിലേക്ക് ഏത് പടം പോകണം എന്നൊക്കെയുള്ള ഒരു വേർതിരിവ്, ഈവൻ വിത്ത് ദ മണി
പൈസയുടെ വെച്ചിട്ട് തന്നെ ഒരു വേർതിരിവ് അവർ നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഓക്കെ, ഇതൊക്കെ കച്ചവടക്കാരുടെ കാര്യങ്ങളാണെങ്കിലും അതിപ്പോ എക്സിബ്യൂട്ടേഴ്സിന്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും കാര്യങ്ങളാണെങ്കിലും ഞാൻ ഇതിനകത്ത് വേറൊരു അഡ്വാൻറ്റേജ് കാണുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിലേക്ക് സിനിമ പ്രൊജക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം അതിന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ജസ്റ്റ് തിങ്ക് അബൌട്ട് എ ബാങ്കറ്റ് ഹാൾ വിച്ച് ഇസ് ഫങ്ഷനിങ് ഇൻ എ ഹോട്ടൽ. അതായത് നമ്മളിപ്പോ ഇപ്പൊ മേജർ ആയിട്ടുള്ള നമ്മുടെ ഹോട്ടൽസിലൊക്കെ പോയി നമ്മൾ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് ഒരു ബാങ്കറ്റ് ഹാൾ, അവരൊന്നും എന്താ പറയുന്നത്, ഫിക്സഡ് ആയിട്ട് ഒരു ബാങ്കറ്റ് ഹാളിന്റെ സ്പെസിഫിക്കേഷൻ ഇല്ല. ഇറ്റ്സ് എ ഹാൾ ആൻഡ് ഇറ്റ്സ് സെപ്പറേറ്റഡ് ബൈ വാൾസ്. ആ വാളുകൾ മൂവബിൾ ആണ്. സോ ദാറ്റ് കുറച്ച് ചെറിയ സ്പേസ് ഉണ്ടെങ്കിൽ ചെറുതാക്കും, വലുതാണെങ്കിൽ വലുതാക്കും. അങ്ങനത്തെ മൂവബിൾ ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡിയോ ഫ്ലോസ് പോലെ, ലൈക്ക് മൂവബിൾ സ്റ്റുഡിയോ ഫ്ലോസ് പോലെ. സോ അതുപോലെ തിയേറ്റേഴ്സ് ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില പടങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡയറക്ടർ പറയാണ് എന്റെ ആസ്പെക്ട് റേഷ്യോ വെർട്ടിക്കലാണ്, ഞാൻ വെർട്ടിക്കലിൽ പടം എടുക്കാൻ തീരുമാനിക്കുക. സോ വെർട്ടിക്കലായിട്ട് അയാൾക്ക് കളക്റ്റീവ് വ്യൂവിംഗിൽ കൊടുക്കില്ല. കളക്റ്റീവ് വ്യൂവിംഗിൽ അങ്ങനെ ഒരു സ്പെസിഫിക് അങ്ങനെ ഒരു പ്രൊജക്ഷൻ ഇല്ലല്ലോ. കാരണം അങ്ങനെ വരുമ്പോൾ ആൾക്കാർ അത് ഓപ്റ്റ് ചെയ്യുമോ അറിയില്ല. സോ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ ഒരു കോൺസെപ്റ്റിലാണ് നമ്മുടെ തിയേറ്റർ ഇരിക്കുന്നതെങ്കിൽ ഈ വാള് അടുപ്പിക്കുക, വേർട്ടിക്കലിലേക്ക് സ്ക്രീൻ മാറി, അത്ര ആൾക്കാരെ പടം കാണുകയാണ്. ഇപ്പൊ നമ്മൾ ഈ മൾട്ടിപ്ലക്സുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്ക്രീനിൽ മൾട്ടിപ്ലക്സിൽ പോകുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? ഓക്കെ, ഇത്രയും സ്ക്രീനുകളിൽ നമുക്ക് ഈ പടം കാണിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആ മൾട്ടിപ്ലക്സിന്റെ കോൺസെപ്റ്റ് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ തിയേറ്ററിനെ മോൾഡ് ചെയ്യാം, മാറ്റാം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ മാറുന്നു. ഞാനിപ്പോഴും അതിന്റെ ഒരു പ്രശ്നം മനസ്സിലാക്കുന്നത്, ഈ ഞങ്ങൾ നായാട്ട് എന്ന് പറഞ്ഞൊരു സിനിമ, അതിന്റെ ആ സമയത്ത് ഷൈജു ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ ആക്ച്വലി 1:1.66, അതായത് നമ്മൾ ഈ 85 166 അല്ലാത്ത ഇടയിലുള്ള ഒരു ആസ്പെക്ട് റേഷ്യോയിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇറ്റ്സ് നെവർ സിനിമോസ്കോപ്പ്. തിയേറ്ററുകൾ എന്താ ചെയ്തേക്കുന്നത്? തിയേറ്ററുകൾ ഇത് എൻകോഡ് ചെയ്ത് DCP ആയി തിയേറ്ററുകൾ വന്നപ്പോഴേക്കും അവർ ഇതിനെ ബ്ലോ അപ്പ് ചെയ്ത് പ്രൊജക്ട് ചെയ്യാൻ നോക്കി. സോ പല തിയേറ്ററിലും പ്രശ്നം ഉണ്ടായി. കാരണം പീപ്പിൾ തോട്ട് ഒരു ടോളർ ആസ്പെക്ട് റേഷ്യോയിൽ കിട്ടുന്ന ഒരു സുഖം എന്തിനാണ് ഈ സിനിമാസ്കോപ്പ് വെച്ച് നശിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ ഷൂട്ട് ചെയ്ത. ഇത് അവർക്ക് മനസ്സിലായില്ല. പിന്നെ വി ഹാഡ് ടു ഗിവ് എല്ലാ തിയേറ്ററിലേക്കും ഇത് റൈറ്റിംഗിൽ ഇമെയിൽ ചെയ്ത് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഇത് സിനിമാസ്കോപ്പ് അല്ല സാർമാരെ, ദയവ് ഇതിനെ വലിച്ചു വെക്കരുത്, ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ ഒന്ന് നോക്കണം. പക്ഷെ അപ്പോഴും അവരുടെ കൺസേൺ എന്താ, ഓക്കെ ഇത്രയും സ്പേസ് വേസ്റ്റ് ആക്കുകയാണല്ലോ. അതായത് നമ്മൾ പണ്ട് സൂപ്പർ 35 ഡെവലപ്പ് ചെയ്ത് തന്നെ ഇങ്ങനെ തന്നെയാണ്. അതായത് ഇത്രയും സൗണ്ട് നെഗറ്റീവിനകത്ത് ഇത്രയും ഏരിയ സൗണ്ടിലേക്ക് വേണ്ടി പോവാണല്ലോ. അപ്പൊ ഈ സൗണ്ടിലേക്ക് വേണ്ടി പോകുന്നത് എന്തിനാ ഇത്രയും സൗണ്ട് സ്പേസ് വേസ്റ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് എന്നാൽ നമുക്ക് കുറച്ച് അത്രയും കൂടെ വിഷ്വൽ എക്സ്പോസ് ചെയ്തേക്കാം. അങ്ങനെയാണല്ലോ സൂപ്പർ 35 എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തിയേറ്ററുകാർക്ക് ദേഷ്യം വന്നു. തിയേറ്ററുകാർ പറഞ്ഞു, ഇത്രയും നിങ്ങൾ ഞങ്ങളുടെ ഒരു സ്ക്രീൻ കിട്ടിയിട്ട് ഇത്രയും സ്ഥലം നശിപ്പിക്കുകയാണല്ലോ, എന്തിനാ അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അപ്പൊ അവർക്ക് അഡ്വാൻറ്റേജാ. ഓക്കെ, ഞങ്ങളുടെ ആസ്പെക്ട് ഇതാണ്, നിങ്ങൾക്ക് അതനുസരിച്ച് മാറ്റിക്കോളൂ, നിങ്ങൾ അത്രത്തോളം ചെറുതാക്കിക്കോളൂ. ഇത് ഞാൻ കാണുന്ന ഒരു അഡ്വാൻറ്റേജാ. പിന്നെ വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ QC എല്ലായിടത്തും പ്രോപ്പർ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് 5K ഷൂട്ട് ചെയ്യുന്നു, 6K ഷൂട്ട് ചെയ്യുന്നു, 8K ഷൂട്ട് ചെയ്യുന്നു. ഇനി അതിനപ്പുറത്തേക്കുള്ള 12K 16K ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ ഷൂട്ട് ചെയ്യുക. ഇതിനൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ആൾക്കാർ മരണപ്പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് റെൻഡർ ചെയ്യാനുള്ള സമയം, ഇത് എഡിറ്റ് ചെയ്യാനുള്ള സമയം, ട്രാൻസ്കോഡ് ചെയ്യാനുള്ള സമയം എല്ലാം നടത്തി ആൾക്കാർ അതുപോലെ കഷ്ടപ്പെട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ കാണാം. മേക്കപ്പ് ഒക്കെ അതുപോലെ പ്രിസൈസ് ആയിരിക്കണം ഈ 8K ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് നമ്മൾ അവസാനം എന്താ ചെയ്യുന്നത്? അവസാനം നമ്മൾ ഇത് പ്രൊജക്ട് ചെയ്യുന്നത് അങ്ങേയറ്റം 4K വരെയാണ്. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ മാക്സിമം തിയേറ്റേഴ്സിൽ ഇരിക്കാൻ പോകുന്ന ഒരു 2K പ്രൊജക്ഷനാണ്. നമ്മുടെ പടങ്ങളുടെ എല്ലാം നല്ല ഏറ്റവും കൂടിയ റെസൊല്യൂഷൻ കാണുന്നത് എവിടെയാ? കാണുന്നത് പ്ലാറ്റ്ഫോമിൽ വന്നു കഴിയുമ്പോഴാണ്. നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള സർവീസ് പ്രൊവൈഡേഴ്സിന് USD ഒക്കെ പറ്റാവുന്ന എന്താ പറയുക USD കണ്ടന്റ് നമ്മൾ കൊടുക്കണം. അവർക്ക് അതിന്റെ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞ 4K ഒക്കെ കൃത്യമായിട്ട് കാണാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു അവസ്ഥ തിയേറ്ററിലേക്ക് ഈ ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ മാറും. ഇപ്പൊ നമ്മൾ ഏതിലാണോ നേറ്റീവ് ഫോർമാറ്റ്, നമ്മൾ നേറ്റീവായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, അത് ഈ പറഞ്ഞ പോലെ 8K നമ്മൾ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ 8K പൈപ്പ് ലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ പ്രൊജക്ട് an 8K ഫുട്ടേജ് ഇൻ ദാറ്റ് തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുകയാണ്. സോ ദാറ്റ്സ് വൺ ഗുഡ് തിങ്. സൗണ്ടുകാർക്കും ഈ പറഞ്ഞ പോലെ QC കൃത്യമായിട്ട്, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും പ്രൊജക്ടേഴ്സിന്റെ ലെവൽസ് എങ്ങനെയാണ്, ഓക്കെ DB അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അവരുടെ തിയേറ്റേഴ്സിനകത്തുള്ള
സിസ്റ്റത്തിന് അനുസരിച്ചിട്ടാണ് അവർ അവരുടെ DB കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമുക്കും ഈ പറഞ്ഞ അതിനൊരു കൺട്രോൾ ഉണ്ടാവും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നു. അപ്പോഴും ഞാൻ പറയുന്നത് ഈ കളക്റ്റീവ് വ്യൂയിങ്ങിന്റെ ഒരു നേച്ചറിലേക്കാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് നിങ്ങളിപ്പോ നേരത്തെ അഭിലാഷ് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഒത്തിരി ഗെയിംസിനെ ഞാൻ ഗെയിമർ അല്ല, പക്ഷെ ഞാൻ ഗെയിംസ് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഈ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു വലിയ കളക്റ്റീവ് ഗെയിമിംഗ് സ്പേസ് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പീപ്പിൾ ആർ ഓൾ ഇമേഴ്സ്ഡ് ഇൻ ദെയർ ഹെഡ്സെറ്റ്സ് വിത്ത് ഓഡിയോ കണക്റ്റഡ്. ദേ ആർ ഓൾ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പീപ്പിൾ. മറ്റു പല ആളുകളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അതിനകത്ത് ചിലപ്പോൾ ഒരു 60 to 70 നമ്പേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു നമ്മളിപ്പോ ഈ ചാറ്റ് നമുക്ക് ഒരിക്കലും ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. ആക്ച്വലി ഇതൊരു കളക്റ്റീവ് ഇന്ററാക്ഷൻ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഐ എം സീയിങ് ലോട്ട് ഓഫ് പീപ്പിൾ. സോ അത് തന്നെയല്ലേ ഒരു തിയേറ്ററിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, എല്ലാവർക്കും ഒരുപോലെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, എല്ലാവർക്കും ഒരുപോലെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് ചിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അതിനൊക്കെ ഒരു അവൈലബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് അതിനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഇവർ ഉണ്ടാക്കും. കാരണം ഞാനിപ്പോ നോക്കുമ്പം ഇപ്പൊ അതിനകത്ത് തന്നെ ഒരു ബിഗ് സിനിമ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പ്രൊവൈഡേഴ്സ്, ഞാൻ പറയുന്നത് ഈ ഓക്കുലസിലാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഓക്കെ, ഈ മെറ്റയുടെ ഗിയറിനകത്ത് അപ്പൊ അവര് ചില തിയേറ്ററിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് കളക്റ്റീവ് വ്യൂയിങ്. വി ആർ സീയിങ് ഇമേജസ്. നമ്മുടെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഒരു തിയേറ്ററിൽ മുഴുവൻ ആൾക്കാർ ഇരുന്ന് സിനിമ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇതിന്റെ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത്, ഇപ്പൊ ഒരു ഷോ, സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബാൻഡ് LA പെർഫോം ചെയ്യാണ്. സോ അങ്ങനെ ഒരു സമയത്ത് LA ടിക്കറ്റ് എടുത്ത് പോകേണ്ട കാര്യമില്ല. യു ക്യാൻ വാച്ച് ദാറ്റ് തിങ് വിത്ത് ദ ലൈവ് എക്സ്പീരിയൻസ് വിത്ത് എ ഹെഡ്സെറ്റ്, ഇമേഴ്സ് ഇൻ ദാറ്റ് ലൊക്കേഷൻ. അവർ ഡിസൈൻ ചെയ്യുന്ന എന്താ പറയുന്നത് ഒരു സ്പേസ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് നമുക്ക് ആ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാം അവിടെ ആരൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ഒരു തരം പേഴ്സണൽ സ്പേസിൽ ഇരുന്നുകൊണ്ട് ഈ കളക്റ്റീവ് സ്പേസ് എൻജോയ് ചെയ്യാൻ പോവാണ്. അതിനകത്ത് ആ ഒരു അവസ്ഥയിലേക്കാണ് ഇത് മാറാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു സ്ലോലി നമ്മളുടെ IT സ്പെക്ട്രത്തിലും ഹ്യൂമൻ റിസോഴ്സിലും HR ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ആളുകൾ ഇതിലേക്ക് കൂടുതൽ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. സോ ആ മനുഷ്യർക്ക് ചിലപ്പോ കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഒരു ഔട്ടിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിൽ നിന്ന് മാറി ഒരു ഡിജിറ്റൽ സ്പേസിൽ തന്നെ ഞാൻ പറഞ്ഞ കളക്റ്റീവ് വ്യൂയിങ്ങിനകത്ത് കിട്ടുന്ന കുറേയധികം സുഖങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണലൈസ്ഡ് വ്യൂയിങ്ങിൽ ഒരു കളക്റ്റീവ് സ്പേസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു റിസർച്ച് കാര്യമായി നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ എനിക്ക് തോന്നുന്നു ഇപ്പോ തിയേറ്റേഴ്സ് കുറച്ചു കാലം കൂടെ ഷട്ട് ചെയ്ത് നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവന്മാര് അത് കൊണ്ടുവന്നേ. കാരണം കാരണം ഇവരുടെയൊക്കെ ഇതിന്റെ റിസർച്ച് ഒക്കെ ഓൾറെഡി ആയി കഴിഞ്ഞു. ദേ ആർ മേക്കിംഗ് ഇറ്റ് സ്ലോ. കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു ക്യാമറ വന്ന് ഇപ്പൊ റെഡ്, അല്ലെങ്കിൽ ഇപ്പൊ റെഡിന്റെ ക്യാമറ ശരിക്കും എവിടുന്ന ഉണ്ടാവുന്നത്? ദേ വേർ ആക്ച്വലി സൺഗ്ലാസ് മാനുഫാക്ചറേഴ്സ് അല്ലെ. അപ്പൊ അവരെ ഡേവിഡ് ഫിഞ്ചറിന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമാണ് ദേ കെയിം ഇൻ ടു ദിസ് വേൾഡ് ഓഫ് പ്രൊഡ്യൂസിങ് ക്യാമറാസ് വിത്ത് ലെൻസസ് ആദ്യം തുടങ്ങിയിരുന്നു, പിന്നെ അവർ ലെൻസ് നിർത്തി, അവർക്ക് മനസ്സിലായി. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഈക്വൽ സെൻസിറ്റിവിറ്റി വെച്ചിട്ട് ഒരു സെൻസർ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ക്യാമറ മോഡ്യൂൾ ഉണ്ടാക്കാൻ അവർക്ക് എളുപ്പമാണ്. പക്ഷെ അവർ ചെയ്യില്ല. കാരണം അവർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മോഡ്യൂൾ അവർക്ക് വിൽക്കണമല്ലോ. അത് വിറ്റ് പോയാലേ അവർക്ക് അടുത്ത ടെക്നോളജിയിലോട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ടെക്നോളജിയെ എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് സ്പീഡപ്പ് ചെയ്ത പാൻഡമിക് ആണെങ്കിൽ അതിനെ ഇപ്പൊ സ്ലോ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നതും അടുത്ത ബെനിഫിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിതിനെ ഒന്ന് പതുക്കെ, പക്ഷെ ഒത്തിരി കാലം അടച്ചു വെക്കാൻ പറ്റത്തില്ല. ഗ്രാജുവലി ഇത് പലയിടത്തും റിസർച്ച് പതുക്കെ ഓപ്പൺ അപ്പ് ആയി പതുക്കെ തുടങ്ങി അതങ്ങ് തുടങ്ങിപ്പോ. ഞാൻ പറയുന്നത്, എനിക്കിപ്പോഴും കാണാൻ പറ്റുന്ന ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ ഈക്വലി റിയലൈസ് ചെയ്ത് അതിനകത്തൂടെ നമുക്ക് പുതിയ തരം ലാംഗ്വേജ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ എനിക്കിപ്പോഴും ഇപ്പൊ ആപ്പിൾ ഒരു വേർട്ടിക്കൽ സിനിമ ഒരു റീൽ ഇറക്കി.
സോ ഡേമിയൻ, ദ ഡയറക്ടർ ഓഫ് ലാലാ ലാൻഡ്, വിപ്ലാഷ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരാളുടെ ഞാൻ അതിന്റെ എഡിറ്റർക്ക് ചുമ്മാ ഒരു പേഴ്സണൽ ടെക്സ്റ്റ് അയച്ചു. ശരി, നിങ്ങൾ ശരിക്കും ഇത് ആപ്പിളിൽ ഷൂട്ട് ചെയ്തതാണോ? അവര് പിന്നെ അഡ്മിറ്റ് ചെയ്തു, ഇതിനകത്ത് കുറച്ച് ഷോട്ടേ ഉള്ളൂ ആപ്പിളിൽ, ബാക്കിയൊക്കെ. കാരണം ഈ റാക്ക് ഫോക്കസ് ഒക്കെ എങ്ങനെയാ നടക്കുന്നത്? ഇത് അവര് ഭയങ്കര റാക്ക് ഫോക്കസ് ഒക്കെ നന്നായിട്ട് ഷിഫ്റ്റ്. അപ്പൊ ഇതെങ്ങനെ പോസിബിൾ ആവുമെന്ന് നമുക്ക് ഭയങ്കര സംശയം വന്നു. ഇല്ല, അതൊരു പ്രൊമോഷണൽ പർപ്പസാ. അപ്പൊ പക്ഷെ അവരതിനെ എയിം ചെയ്യുന്നുണ്ട്. ടോളർ ഫോർമാറ്റില്, ടോളർ റേഷ്യോവിനകത്ത് നമുക്ക് എങ്ങനെ കമ്പോസ് ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സൗണ്ട് ഡിസൈനറോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡോൾബി അറ്റ്മോസ്, അതായത് ഈ തലയ്ക്ക് മുകളിലുള്ള സ്പീക്കറിന്റെ ആവശ്യം ടോളർ ഫോർമാറ്റില്ല, ടോളർ റേഷ്യോയിലാണ് അത് വരുന്നത്, അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടോളർ റേഷ്യോയിലാണ് അത് ആവശ്യം. കാരണം അവിടെയാണല്ലോ നമുക്ക് വെർട്ടിക്കലായിട്ട് എന്ത് സ്പേസാ ഉള്ളത് എന്നുള്ളത് അറിയുന്നത്. അതിലേക്ക് എഡിറ്റ് എങ്ങനെ മാറണം, കട്ട് എവിടെ വരണം, പാൻ എങ്ങനെ ആയിരിക്കണം, ക്യാമറ എങ്ങനെ പാൻ ചെയ്യണം, മൂവ്മെന്റ് എങ്ങനെ ആയിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ ഉള്ളത് നമ്മൾ പതുക്കെ പടങ്ങൾ എടുത്തു തുടങ്ങിയാലേ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങുള്ളൂ. സോ അതിലേക്കൊക്കെ ആൾക്കാർ പോകണം എന്നാണ് ഞാൻ കാണുന്നത്. അതിലേക്ക് പോകും, ഡെഫിനറ്റ്ലി ആൾക്കാർ പോകും. ഒരു കാര്യം, മലയാള സിനിമയുടെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മഹേഷൻ പറഞ്ഞൊരു കാര്യമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഇന്ത്യൻ സിനിമ വെച്ച് നോക്കുമ്പോൾ ടെക്നോളജിക്കലി ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. 70mm ആദ്യം വന്നത് മലയാള സിനിമ, 3D സിനിമ ആദ്യം വന്നത് മലയാളത്തിലാണ്. അതുപോലെ ഇതിലും ഒരു സാധ്യത ഇല്ലേ? ആദ്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്മ്യൂണിറ്റി ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് നിൽക്കുന്ന പടം, കമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് നിൽക്കുന്നതും ക്രിട്ടിക്കലി പല ഭാഷയിൽ ആൾക്കാർ സംസാരിക്കുന്ന മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം, ഇറ്റ്സ് ഷോർട്ട് ഓൺ ടോളർ റേഷ്യോ, ഇറ്റ്സ് നോട്ട് സിനിമോസ്കോപ്പ്. അപ്പൊ അവിടെ നമ്മൾ എന്താ അതിനെ പ്രൂവ് ചെയ്യുന്നത്? സിനിമോസ്കോപ്പ് ആണെങ്കിലേ പടം ഓടുള്ളൂ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഇല്ല. ഇപ്പൊ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ, ഇറ്റ് വാസ് ഇൻ 1:1.33. അന്ന് സിനിമോസ്കോപ്പും 70mm ഒക്കെ പോപ്പുലർ ആയി അതൊക്കെ കഴിഞ്ഞ് സിനിമോസ്കോപ്പ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ദേ കെയിം വിത്ത് so much VFX driven film in 1:1.33. അതെന്തുകൊണ്ടാണ്? അവരുടെ ലിമിറ്റേഷൻ ആയിരുന്നു. ബിക്കോസ് ദേ കുഡന്റ് റെൻഡർ ദീസ് കൈൻഡ് ഓഫ് VFX ഇൻ ആ സമയത്ത്. സിനിമാസ്കോപ്പിലേക്ക് അവർക്ക് റെൻഡർ ചെയ്താൽ അവർക്ക് സമയം പോകും എന്ന് മനസ്സിലാക്കിയിട്ട് അവരതിനകത്ത് 1.33 റേഷ്യോയിലേക്ക് അവർ കൊണ്ടുവരും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ടെക്നോളജി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കിപ്പോ നമ്മൾ ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്ന പോലെ നമുക്കൊരു ഫോർമാറ്റിനെ ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെ കിട്ടണം. ഓക്കെ, മനസ്സിലായോ? അല്ലാതെ ജസ്റ്റ് ബിക്കോസ് ഇന്നതാണ് ഫോർമാറ്റ് ഉള്ളത്. ഓക്കെ, നമുക്കൊരു പടത്തിന് വേണ്ടി ഇപ്പൊ പുറത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ആരിയുടെ അലക്സ മിനി എന്ന് പറഞ്ഞ ഒരു ക്യാമറ വന്നത്, ആരി ക്യാമറാസിന്റെ ഏറ്റവും വലിയൊരു ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് അവർ പറഞ്ഞ അതിന്റെ സൈസാണ്. ഈവൻ കാരണം അത് സൈസ് ചെറുതാവുന്നില്ല. കാരണം ഇത്രയും ടെക്നോളജി വന്നു, ബാക്കിയുള്ള ക്യാമറാസ് എല്ലാം ബോക്സിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ആ ഓൾഡ് സ്കൂൾ വലിപ്പത്തിൽ ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റോജർ ഡിക്കിൻസ് ബഹളം ഉണ്ടാക്കിയിട്ടാണ് 1921 എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് 1970 എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് അവര് ഈ പറഞ്ഞ അലക്സ മിനി ഉണ്ടാക്കുന്നത്. ബൈ ദ ടൈം ദ ഫിലിം ഗോട്ട് റിലീസ്ഡ്, ഇവിടെ അലക്സ മിനിയില് ഒരു 20 സിനിമ വന്നു കഴിഞ്ഞു. കാരണം അവിടെ ഒരു ടെക്നോളജി വരുമ്പോ തന്നെ ഇവിടെ ആ ക്യാമറ വരും. അപ്പൊ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും പൈനിയേഴ്സ് തന്നെ കാരണം നമ്മളെപ്പോഴും നമ്മളിപ്പോ ഒരു സമയത്ത് ഞാൻ ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, there was a process called telecine. I don't know how many of you familiar with that. നെഗറ്റീവിലായിരുന്ന സമയത്ത് നെഗറ്റീവ് ലാബിൽ പ്രോസസ്സിങ് കഴിഞ്ഞ് റഷ് പ്രിന്റ് ചെയ്യുന്ന ആ പ്രോസസ്സ് കഴിഞ്ഞ് നോൺ ലീനിയർ ആവുന്ന സമയത്ത് ടെലിസിനി എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ ഇറ്റ് ഇസ് കൺവേർട്ട് ഇൻ ടു ഡിജിറ്റൽ, ടേപ്പിലോട്ട് കൺവേർട്ട് ആവും. സോ ആ സമയത്ത് മിനി ഡി വി എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ട്. മിനി ഡി വി എന്ന് പറഞ്ഞ ഏറ്റവും ഹോം വീഡിയോ ലൈക്ക് ഹൈ 8ന്റെ ഒരു പുതിയ വേർഷൻ ആയിരുന്നു മിനി ഡി വി. ഓക്കെ, ഡി വി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അതിനകത്ത്. ഡി വിയുടെ മിനി വേർഷനാണ്, ഭയങ്കര ചീപ്പറാണ്. ആ കാസറ്റും ഞാൻ പറഞ്ഞ ആ ടേപ്പ് വളരെ ചീപ്പറാണ്, ആ പ്രോസസ്സ് ഭയങ്കര ചീപ്പറാണ്. ഇപ്പൊ പണ്ടൊക്കെ പ്രസാദ് ലാബിൽ ടെലിസിനി ബീറ്റയിൽ മാത്രമേ പോകത്തുള്ളൂ. ബീറ്റ ഡിജി ബീറ്റയിൽ പോകുന്ന സമയത്ത് മലയാള സിനിമ മൊത്തം മിനി ടി വിയിലാണ് ടെലിസിനി ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു ക്യാമറയായിട്ട് പോയിട്ട് അവരുടെ ഔട്ട്പുട്ട് ഈ പറഞ്ഞ ബീറ്റിൽ നിന്ന് കൊടുത്തിട്ട് ഈ ബീറ്റ് ചെയ്ത ഔട്ട് എടുത്ത് നമ്മൾ ഈ ടേപ്പിലോട്ട് വയ്ക്കും, ഈ ക്യാമറയിലോട്ട് വെച്ച് റെക്കോർഡ് ചെയ്യും. കാരണം ഇത് ഏത് കാസറ്റിലോട്ട് റെക്കോർഡ് ചെയ്താലും ഇതിനല്ലോ ഫൈനൽ ഔട്ട്പുട്ട്. ഇറ്റ് ഇസ് ജസ്റ്റ് ടു എഡിറ്റ്.
സോ നമ്മളിപ്പോ ഫിലിം ഇല്ലാതെ എങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ, നമ്മുടെ സിനിമ ഇൻഡസ്ട്രി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടേപ്പിലേക്ക് ഈ സാധനം കൊടുക്കുമ്പോൾ അവർക്ക് അതിശയമായി, നിങ്ങൾക്ക് ഇത്. അപ്പൊ അവർ പറയും ഇതിനകത്ത് ഡ്രോപ്പ് ഫ്രെയിം വരും, ചില ഫ്രെയിംസ് മിസ്സാവും, അതൊക്കെ നമ്മൾ നോക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പൈസ കുറഞ്ഞ് അവിടെ കിട്ടും. ഇതിനെക്കുറിച്ച് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ ഇൻഡസ്ട്രി, നമ്മൾ ലിമിറ്റേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ലിമിറ്റേഷനിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഡേവിഡ് ലീന്റെ കാലത്ത് ഡേവിഡ് ലീന്റെ ഏറ്റവും നല്ല സിനിമകൾ ലിമിറ്റേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, അയാൾ ലോറൻസ് ഓഫ് അറേബ്യ ഉണ്ടാക്കുന്ന സമയത്ത് അയാളുടെ സംബന്ധിച്ചിടത്തോളം അത് ലിമിറ്റേഷനാണ്, നമുക്കല്ല. ഞാൻ പറയാം, അയാളുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയാം. സോ ഇവിടെ നമ്മൾ ഇപ്പോഴും നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരു കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടാൻ പറ്റുക എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഒരു ഫിലിം മേക്കറിന് വേറൊരു ആസ്പെക്ട് റേഷ്യോ ഉണ്ടാക്കാൻ വേണം തോന്നുക. അയാൾക്ക് ആ ഫ്രീഡം കിട്ടുകയാണ്. ഓക്കെ, അയാൾക്ക് VR സിനിമ ഉണ്ടാക്കണം. VR സിനിമ ഉണ്ടാക്കാനായിട്ട് നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഫോണുകളുടെ ക്യാമറാസിൽ തന്നെ VR വരുന്ന, സ്റ്റീരിയോസ്കോപ്പി വരുന്ന VR ക്യാമറാസ് 360 ക്യാമറാസ് വന്നു തുടങ്ങുന്ന ഒരു കാലത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് അതിലും ചെയ്യാം. എന്താ കുഴപ്പം? ഇത് വേണം എന്നുള്ളതൊന്നും ഇല്ലല്ലോ. എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ VR ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കാണുന്ന സിനിമകളിൽ നമ്മളുടെ ഒരു ഇമേഴ്സീവ് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിങ്ങിന്റെ ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പാടെ മാറുന്നുണ്ടല്ലോ. നമ്മള് റിയൽ വ്യൂ എന്നുള്ള ഒരു ലോജിക്കില്. അപ്പം മുമ്പ് അഭിലാഷേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് ആണ് ഡയറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സൗണ്ട് ലെൻസിന്റെ റോൾ എടുത്ത് തുടങ്ങുന്നുണ്ട്. അങ്ങനെ അതിനെ കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ ഈ ഈവൻ എന്താ പറയുക, ഈ കാലത്തും എല്ലാ ടെക്നോളജി വരുമ്പോഴും സൗണ്ടിന്റെ ഒരു സൗണ്ടാണ് പയനിയർ ചെയ്യാന്ന് പറയുന്നത്. ഇത് എക്സ്റ്റൻഷൻ ആയിട്ട് ഞാൻ ചോദിക്കുന്നത് എന്തായിരിക്കും ഇമേഴ്സീവ് സിനിമ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇമേഴ്സീവ് സിനിമയ്ക്ക് ഇപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ കണ്ണിൽ നമുക്കിപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്കൊരു 180 വ്യൂ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു വെപ്പ്, നമ്മുടെ ഒരു ധാരണ. എന്നാൽ നമ്മുടെ കണ്ണ് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അത് പെട്ടെന്ന് ടെലിയർ ആവുന്നുണ്ട്, പെട്ടെന്ന് വൈഡർ ആവുന്നുണ്ട്, പെർട്ടിക്കുലർ വിഷയങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും എന്താ പറയുന്നത്, ഇത്രയും വേഗത്തോടു കൂടി പോയിന്റ് സ്പെസിഫിക് ആയിട്ട് റാക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ഡിവൈസ് നമുക്ക് വേറെ ഇല്ല, കണ്ണാണ്. സോ അതുപോലെ അതിന്റെ സെൻസിറ്റിവിറ്റി നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിന്റെ ISO നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാൻ പറ്റുന്നത്? നമ്മളിപ്പോ ഒരു തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു എൽഡർലി ആള് പറഞ്ഞാണ്, ഒരു മിനിറ്റ് ഒന്ന്, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് കണ്ണടച്ചിട്ട് അകത്തോട്ട് കയറി ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സോ ഈ 10 സെക്കൻഡ് കൊണ്ട് ഇതിന്റെ സെൻസിറ്റിവിറ്റി മാറി, ISO മാറി. ഇത്രയും എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഡിവൈസ് ഇരിക്കുകയാണ്, ഇതിനെ മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ ചെവിയും. സോ ഇതിലേക്കാണ് നമ്മളിപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെ മാച്ച് ചെയ്യാനായിട്ടാണ്. സോ ഞാൻ കാണുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 360യിലേക്ക് പോകുമ്പോൾ എന്താണ് ലെൻസിങ്, എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നരേറ്റീവ്. സോ ഫസ്റ്റ് പ്രൈമറിലി ഇത് ലെൻസിങ്ങിലോട്ടും ഇതിലോട്ടും ഒക്കെ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ റൂട്ട്സ്. നമ്മൾ ആലോചിക്കുക, അപ്പൊ ആദ്യം സിനിമ ഉണ്ടായ കാലത്ത് നമ്മൾ ഈ സിംഗിൾ ക്യാമറ ഇവന്റുകളായിരുന്നല്ലോ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരുന്നത്, ഒറ്റ ഇവന്റുകൾ. പിന്നീടാണല്ലോ നമ്മൾ എഡിറ്റിംഗ് ഉണ്ടാവുന്നത്, ആ പ്രോസസ് ഉണ്ടാവുന്നത്. ഈ തിയറികള് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന പല മാസ്റ്റേഴ്സിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചു. അതുപോലെ ഒരു സെറ്റ് ഓഫ് തിയറി ഇനി ഉണ്ടായി വരണം. ഞാൻ പറഞ്ഞത് അതിന് പ്രാക്ടീസ് വേണം. കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ, നമ്മൾ ഒരു ഫോർമാറ്റ് വന്നു, ഈ ഫോർമാറ്റ് ഒരാൾ ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ആ ഫോർമാറ്റിനെ കുറിച്ച് മറന്നു. അതിൽ കാര്യമില്ല. ഞാൻ പറഞ്ഞത് അതിനകത്ത് കാരണം ഞാനിത് സ്പെസിഫിക്കലി പറയാനുള്ള കാരണം, ഞാൻ ഗ്ലെയറും ഫ്ലെയേഴ്സും നമുക്ക് പോപ്പുലർ ആയത് എന്തുകൊണ്ടാണ്? നമ്മൾ റോബിനും ഞാനും നമ്മൾ ഒരുമിച്ച് ഒരു സംസാരത്തിലുണ്ടായി ഈ ടോപ്പിക് വന്നിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എഗെയിൻസ്റ്റ് സ്റ്റണ്ടൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്തോ നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്, നെഗറ്റീവ് എന്താവുമെന്ന് അറിയാവോ നിങ്ങൾക്ക്, അതിന്റെ എമോഷൻ എവിടെ പോകുമെന്ന് അറിയാവോ, ഇത് എക്സ്പോസ് ആവത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്ന് ഇന്ന് ഫ്ലെയർ ഒരു സ്റ്റൈലൈസ്ഡ് ഡിവൈസ് ആയിട്ട് മാറി. സോ അത് എന്തുകൊണ്ടാണ് മാറിയിരിക്കുന്നത്? ബിക്കോസ് എവിടേക്കോ നമ്മൾ ഈ സെൽഫി ക്യാമറാസ്, നമ്മൾ സെൽഫി ആയിട്ട് എടുക്കുക. ഇപ്പൊ ഇവിടെ തന്നെ പല ആൾക്കാരും ക്യാമറ ഓൺ ചെയ്യുമ്പോൾ എനിക്ക് കാണാം, പലരും അവരുടെ മുഖത്തിനേക്കാളും കൂടുതൽ ഹെഡ് സ്പേസ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ. അപ്പൊ ആ ഹെഡ് സ്പേസിനകത്ത്
നമ്മൾ പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ ആദ്യം കാണാൻ പോകുന്നത് എന്താണ്? ഒരു സൺ, ഒരു സൂര്യന്റെ ലൈറ്റാ. ഇത് ഈ വെളിച്ചം നമ്മളുടെയൊക്കെ ലൈഫിലേക്ക് ഒരു എന്താ പറയുന്നത്, ഒരു നിത്യവും നമ്മൾ കാണുന്ന ഒരു സാധനമായിട്ട് മാറി. അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ആയി. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ഫോർമാറ്റിനെ ആദ്യം അഡാപ്റ്റ് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മള് ഈ പണ്ടൊക്കെ നമ്മൾ ഈ പറയുമല്ലോ, ഒരു വൈറ്റ് ഷോട്ടിൽ നിന്ന് നേരെ നിങ്ങളൊരു ക്ലോസപ്പിലോട്ട് കട്ട് ചെയ്യല്ലേ, നിങ്ങൾ ഇടയിൽ കുറച്ച് ട്രാൻസിഷൻ, ടൈം ലാപ്സ് ഉപയോഗിക്കൂ, കട്ട് ചെയ്യാനായിട്ട് ഒരു തിയറി ഒക്കെ ഉണ്ടാക്കൂ, ഇങ്ങനെയൊക്കെ കട്ടവേ ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ പതുക്കെ മാറിയില്ലേ. ഈ മാറ്റം ഫോർമാറ്റിലും ഉണ്ടാവണം. അപ്പൊ അത് സൗണ്ട് കോംപ്ലിമെന്റ് ചെയ്യും, ഡെഫിനറ്റ്ലി സൗണ്ട് കോംപ്ലിമെന്റ് ചെയ്യും. വിഷ്വലി ഇൻസ്പയർ ചെയ്യുന്ന സാധനങ്ങൾക്ക് എല്ലാ കാലത്തും സൗണ്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പ്രൊഡക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള, അതായത് ഒരെണ്ണത്തിൽ നിർത്താതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് കണ്ടിന്യൂ. ആ കണ്ടിന്യൂവേഷനിലാണ് അതിന്റെ വിക്ടറി എപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിപ്ലവം നടക്കുന്ന എവിടെയെന്നറിയോ? യൂട്യൂബേഴ്സിന്റെ ഇടയിലാണ്. ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയില് യൂട്യൂബേഴ്സിന്റെ ഇടയിലെ ഷോർട്സിനാണ് ഏറ്റവും കൂടുതൽ വരുമാനം എന്ന് മനസ്സിലാക്കുന്ന സമയത്ത്, ഇതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദ റവന്യൂ ആണല്ലോ. ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ടൈം സ്പാൻ പെട്ടെന്ന് ഹുക്ക് ചെയ്ത് കണ്ടു നിർത്താൻ പറ്റുന്നത് ഷോർട്സിലാണ്. സോ ഷോർട്സ് ബിക്കെയിം വെർട്ടിക്കൽ. കാരണം ഷോർട്സിനകത്ത് എല്ലാ കാലത്തും വെർട്ടിക്കലിലാണ് പോപ്പുലാരിറ്റി ഉള്ളത്. അത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാ റെസൊല്യൂഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അവിടെ അവര് ഈ പറഞ്ഞ പോലെ എഡിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവരവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ഇപ്പൊ 360 നമ്മൾ ഈ പറഞ്ഞ പോലെ എങ്ങോട്ടാണ് ആംഗിൾ പോകുന്നത്, എങ്ങോട്ടൊക്കെ പോകാം, ലുക്ക് എങ്ങോട്ടാണ്, അതിനൊക്കെ അവർ ബ്രേക്ക് ചെയ്ത് തുടങ്ങി. അതിനൊക്കെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ അതിനകത്ത് കണ്ടന്റിനൊപ്പം തന്നെ ആൾക്കാർ അതിനകത്തോട്ട് അവരുടെ ലൈഫ് കാണാനും ആ സ്പേസിൽ കഥ പറച്ചിൽ കേൾക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. സോ അതുപോലെ ഇത് പ്രാക്ടീസിലോട്ട് വരണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഓൾറെഡി നമുക്ക് ഒരു അർപ്പൺ വർഗീസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അർപ്പൺ സ്റ്റിൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു അർപ്പൺ, അതോ ഷുഡ് ഐ റീഡ് ഔട്ട് ദി മെസ്സേജ്? അഖിലും ഓക്കെ. അർപ്പന്റെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, അത് കഴിഞ്ഞിട്ട് അഖിലിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ സെഷൻ ഓപ്പൺ അപ്പ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കട്ടെ. ഹലോ. Yes. Hi, I couldn't unmute. But do you mind reading the question out? I was just sure. driving, so thank you. Yeah. So Arpan is asking very interesting points, especially about a more active participant and the lead from gaming. Wonder if we will eventually get to a point where every person can contribute bits to mainstream cinema with just a phone, something along the lines of a crowd-funded cinema instead of funding creative contribution. Also taking the brilliant example of See You Soon. അത് പോസിബിൾ ആണ്. കാരണം ആൾക്കാർ അതിനെക്കുറിച്ചുള്ള റിസർച്ച് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ആൻഡ് ഞാനും അതിനകത്ത് ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം എന്തുകൊണ്ടാണ് ഈ റീൽസ് പോപ്പുലർ ആവുന്നതിന്റെ ഒരു വലിയ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ബേസിക്കലി ഓൾറെഡി എവിടെയോ ആൾക്കാരിലേക്ക് ഹുക്കായ ഒരു കണ്ടന്റിന്റെ അകത്ത് അവരുടെ ഒരു വിഷ്വൽ ഉണ്ടാക്കാൻ പറ്റുക, അവർക്ക് അവരുടേതായിട്ടൊരു വിഷ്വൽ കൊടുക്കാൻ പറ്റുക. സോ there is audio or there is a kind of a music or a groove to that which adds a popularity, which will add popularity. So that is the only thing which we all require. So with that aspect, if something like an active participation can be given from a participant, like from a person who is a third person who is a who can be a cinephile, or who can be a very much interested into creating something or contributing something as a in terms of a reel or in terms of like content, she or he can actually be a performer. Like angana oru there is a possibility. There is a like what to say, എന്താ പറയുന്നത്, റിസർച്ചിലും ഡെവലപ്പ് ലൈക്ക് ഔട്ട്പുട്ടിലും അതിന്റെ ഒരു പോസിബിലിറ്റിയുടെ ഒരു സാധ്യത ഓപ്പൺ അപ്പ് ആയി കഴിഞ്ഞാൽ then that will be a revolution. See, I'll tell you one example. There was an advertisement of Shah Rukh Khan, I think recently, ഒരു ബിസ്ക്കറ്റിന്റെ പരസ്യം.
So what they did is actually they gave a QR code, and they said, with your mobile phones, you scan the QR code, and you will be the person who will be acting next to Shah Rukh Khan. So the thing is, they actually gave that person's perspective, because the skin will be like, skin means the clothes or any other thing will be the other person, but the face will be matched to this person, and they will give a cut, like they will give an edited, say for example 10 seconds or 15 seconds cut for them to post on social with their branding, with their branding. So that can be a new promotional material for cinema. അതിന്റെ ഡെവലപ്മെന്റ്സ് ഇപ്പോഴും നടക്കുന്നുണ്ട്. So that is what Arpan has been mentioning about, and that is still in development, Arpan. So I think in future you will see a lot of things like that. Akhil raised his hand. Akhil. Hi, Mahesh. Mahesh, Yeah, Akhil, first hi. of all, Yeah. super webinar, liked it. So, my question is about how, no, it's not a question, like, how can you just share the experience how you have recreated the space of Iraq for the take of film with the production design? Like, just, Akhil, that is see, that is all coming from limitations. Primarily, I didn't have a budget to take the entire crew to Middle East and shoot. So I put up a set in Kochi with very minimal infrastructure, of course with green screens and everything. So and I had to plan it accordingly, that like how much will be the scene happening outside, how much scene will be happening inside, and so that I'll have to like tackle a lot of things. Like a scene will end only when all these locations are over. Like say for example, the main interior of the hospital was put a set in Cochin, the exterior was in Hyderabad, and the outer space was in Ras Al Khaimah. So the scene was conceived in such a manner that it will be over unless or until we shoot the entire geography. So, and it was, if you look at the film, it was captured with a very longer lens. It was not I think 30. I think those days, I think it's spherical, shot in spherical 4K. I think it's 4K. So, I think we have never used the 35mm. We've used like 24mm. I'm saying we've used the 35mm was our maximum wider lens for the film, and our normal was almost like a 75. So most of these scenes were captured in 75, and and mostly like 100 and 135 was regularly used because of constraints and space. So within that space, how to build that environment was a challenge, and it came from the perspective of from writing to production design to the cinematographer to the costumer. Everybody were on the same page. That's how it could happen. Otherwise, it will fail. So the detailing has to come in that manner that okay, in small pan, you will lose a lot of things. So other miss out yada, we'll have to find out certain areas where how we can stitch things together, and also actors will also be familiar. Okay, when you are shooting something in a space in Kochi, they have to come like come to an agreement that okay, they are in a space in Iraq, so they have to അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്താണെന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാവണം. ആൻഡ് ദ DOP ഹാസ് ടു ഓൾസോ ഗോ ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ് വേർ വേർ ലൈറ്റ് എവിടെ വീഴുന്നേ. So especially Middle East terrain agattu, and why we chose Hyderabad as a terrain, because ഈ ഡെക്കാൻ ടെറൈനിൽ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ലൈറ്റ് വീഴുന്നതിന്റെ ഒക്കെ ഒരു സംഭവം കുറച്ചുകൂടെ ഒരു മിഡിൽ ഈസ്റ്റ് സ്ട്രക്ചറിലാണ് വീഴുന്നത്. സോ അതൊക്കെ അതിനൊക്കെ കുറച്ച് ഒരു പ്രീയിൽ കുറച്ച് വർക്ക് നടന്ന പടമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത്. Thank you, Mahesh. Thank you. Vimal Raju, Vimaleta, raised your hand. Hi, Mahesh, namaskaram. Yeah, hi Vimal. Thanks a lot for such a wonderful session. Very personally, അത്ര inspiring ആയിരുന്നു, അത്ര affirmative ആയിരുന്നു. Because I'm also part of this Ahalia School of
Media Studies and Future Technologies. Okay. Yeah, and I'm so glad and very affirmative. അതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. Okay. മഹേഷേട്ടാ ഒരു കാര്യം ചോദിച്ചോളാം. ഇപ്പൊ മഹേഷൻ VR-നെ കുറിച്ചോ അല്ലെ നമ്മുടെ അങ്ങനത്തെ ഒരു മീഡിയത്തിനെ കുറിച്ചോ, ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് അല്ലെ ഇമേഴ്സീവ് മീഡിയം എന്ന് പറയുന്ന ഒരു ഇതിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മഹേഷന്റെ ഒരു ടേക്ക് എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഫ്യൂച്ചർ? ഐ മീൻ, forget about all the technicalities or all other stuff, but purely looking at from a storytelling perspective or a storyteller point of view, what this is going to bring to the audience or the viewer? Thank you. Vimal, as I mentioned earlier, the thing is, for primary thing is you have to crack the writing. The writing എന്താണെന്നുള്ളത് അതിന് വിആറിന്റെ അതിന്റെ ഇതിന്റെ റൈറ്റിംഗിന്റെ ഒരു കാരണം നമ്മളിപ്പോ ഒരു ഏത് പെർസ്പെക്റ്റീവിലാണ് ഇത് എഴുതേണ്ടത്. സോ റീസെന്റ് ഐ സോ വൺ സ്ക്രിപ്റ്റ്, ഐ റെഡ് വൺ സ്ക്രിപ്റ്റ് വിച്ച് ഇസ് ആക്ച്വലി ഓപ്പൺഹൈമർ, ആൻഡ് ഐ വാസ് സർപ്രൈസ്ഡ് ടു സീ Christopher Nolan has written the script in first person narrative. Like അയാളുടെ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്. സോ ഐ വാസ് സർപ്രൈസ്. ഓക്കെ, ഇങ്ങനെ ഒരാൾക്ക് സ്ക്രിപ്റ്റ് ഇങ്ങനെ ഫംഗ്ഷൻ. സോ then I went through it and then I understood the film was also conceived like that. So അങ്ങനെ ഒരു റൈറ്റിംഗ് പെർസ്പെക്റ്റീവ് ആദ്യം വേണം. സോ ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്ന VR പടങ്ങളെല്ലാം ഞാൻ പറയുന്നത്, സോ I've never seen a feature. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഫീച്ചർ ലെങ്ത് സ്പെസിഫിക്കേഷൻ ഒക്കെ നമുക്ക് വേണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പടം ആവുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. സോ ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാം ഇറ്റ്സ് ലൈക്ക് 20 minutes താഴെയുള്ള വർക്കുകളാണ്. ആൻഡ് ദാറ്റ് ഓൾ എല്ലാത്തിനും ഒരു ഫിക്സഡ് പെർസ്പെക്റ്റീവ് ഇല്ല. ഇറ്റ് കംസ് ഇൻ ടു മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്. ലൈക്ക് okay, story goes with the director's point of view, but it goes into other person's perspective. ചിലപ്പോൾ ഒരു റൂമിനകത്തോട്ട് കയറുന്ന സമയത്ത് ആ പെർസ്പെക്റ്റീവ് മാറും. ഇറ്റ്സ് മോർ ലൈക്ക് ഗെയിമിങ്. സോ ഇതൊന്നും അല്ലാതെ എങ്ങനെ ഇതിനെ എഴുതാം എന്നുള്ളതിന്റെ ഒരു റൈറ്റിംഗ് ആദ്യം ക്രാക്ക് ചെയ്യാനായിട്ട് അതിനൊരു സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ക്രാക്ക് ചെയ്ത് ഇപ്പൊ ഈവൻ റഹ്മാൻ ആക്ച്വലി AR റഹ്മാൻ ഒരു ലേ മസ്ക് എന്ന് പറഞ്ഞിട്ടൊരു പടം അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ഫോർച്ചുനേറ്റ് ടു സീ ദാറ്റ് അദ്ദേഹം അതിന് വേണ്ടിയിട്ടൊരു ചെയർ വരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. So and it has got smell also. So it is on fragments. Okay, so the storyline is very simple. It's an investigative film about a murder happened, and the person is blind. So the person is unaware of, the person only knows the smell. Like our recollection വരുന്നത് ആ സ്മെല്ല് കൊണ്ടാണ്. So ഈ സ്മെല്ലിനെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. And there is a bottle which is kept which will spray to us to get that smell. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ആ സ്മെല്ല് കിട്ടാനായിട്ട്. സോ ഇറ്റ് ഈസ് ഇമേഴ്സിംഗ്. ലൈക്ക് അതെനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇതാണ്, എനിക്കിപ്പോഴും അതിന്റെ ഒരു ഫുൾ ഫോം കണ്ടിട്ടില്ല. ഈവൻ ദെയർ ഓൾസോ ഐ ഹവ് സീൻ ഓൺലി 10 minutes of that footage. So certain people have seen 40 minutes ഒക്കെ കണ്ടവരുണ്ട്. ചില സെർട്ടൻ ഫെസ്റ്റിവൽസിൽ അവർ പക്ഷെ അപ്പോഴും ഇതിന്റെ ഒരു റൈറ്റിംഗിൽ പുതിയ ബ്രെയിൻ ഉണ്ടായാൽ മാത്രമേ, ഐ തിങ്ക് ഗെയിം ഡെവലപ്പേഴ്സ് are going to be very key. See, people who have developed certain എന്താ പറയുക revolutionary games ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ GTA ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർ. സോ അവരെ പോലുള്ള ആൾക്കാരുടെ ഒത്തിരി ഗെയിം റൈറ്റേഴ്സ് ഉണ്ടാവും. അവർക്ക് ചിലപ്പോ ഇതിനകത്ത് പുതിയൊരു ഒരു ഫിക്ഷണൽ സ്പേസ് അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ that will add a lot of things. Like പുതിയ തരം കാഴ്ച, പുതിയ തരം മനുഷ്യര്, എൻവയോൺമെന്റ്, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് വേർഷൻസ്. ലൈക്ക് ഓക്കെ, ഇത് 2D ചെയ്യാവുന്ന ഒരു സിനിമ 3D ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ആവരുത്. സോ ലൈക്ക് അങ്ങനെയാണല്ലോ എപ്പോഴും നടക്കുന്നത്. സോ ഇതിപ്പോ എന്തിനാണ് 3D ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഇപ്പം അതിന്റെ ആവശ്യം അങ്ങനെ ആവരുത്. അല്ലാതെ ഇതിന് VR-ൽ മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. VR-ൽ മാത്രമേ ഇങ്ങനൊരു സിനിമ അതിന്റെ പോസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ മാത്രമേ. ഇപ്പൊ എനിക്ക് ആക്ച്വലി ഈ സ്ക്രീൻ ബേസ്ഡ് പടം ചെയ്യുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഐ വിൽ നോട്ട് ബ്രേക്ക് ദ സ്ക്രീൻ ബേസ്ഡ് ഫോർമാറ്റ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ലൈക്ക് ഐ വിൽ നോട്ട് ഷോ ലൈക്ക് സ്ക്രീനിൽ നിന്ന് അല്ലാതെ ഒരു തേർഡ് പെർസ്പെക്റ്റീവ് ക്യാമറ ഞാൻ ഉപയോഗിക്കില്ല. ആൻഡ് ഫോർ ദാറ്റ്
ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ ക്യാമറ ഓൺ ചെയ്യുന്നതിന്റെ പർപ്പസ് ഉണ്ട്, ബിക്കോസ് ഐ എം ഇന്ററാക്ടിങ് വിത്ത് യു. ഈ ക്യാമറ എപ്പോഴും എനിക്ക് അങ്ങനെ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഓൺ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അത് ബുദ്ധിമുട്ട്. നോ ലോജിക്, റൈറ്റ്? അപ്പൊ അത് ഓൺ ചെയ്യുന്നതിന് മുമ്പ്, ഈ ക്യാമറ ഓൺ ആവുന്നതിന് മുമ്പ് എന്തൊക്കെ നടന്നിട്ടുണ്ട്, ആ നടന്നിരിക്കുന്നതിന്റെ ഒരു എൻവയോൺമെന്റ് ഞാൻ ഉണ്ടാക്കണം. സോ സർട്ടൻ തിങ്സ് ആർ മിസ്സിംഗ്, അല്ലെ? ആ മിസ്സിംഗ് സ്പേസിനകത്ത് അത് ആളുകൾ മനസ്സിൽ കാണണം എന്തൊക്കെയായിരിക്കാം ആ ടൈം ലാപ്സ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. ഈ പറഞ്ഞ പോലെ 360 നമ്മൾ നിൽക്കുമ്പോൾ ആൾക്കാർ എവിടെയാണ് കാണേണ്ടത്? ചിലപ്പോൾ ഒരാൾ ലെഫ്റ്റിലായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഒരാൾ റൈറ്റിലായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ആക്ഷൻ എവിടെ നടക്കും? ഈ ആക്ഷൻ ലെഫ്റ്റിൽ പോയി റൈറ്റിലോട്ട് തിരിഞ്ഞു, അത് പുറകിലോട്ട് മാറി, അത് എങ്ങനെ പോകും എന്നുള്ളതിന്റെ ഒരു ഇന്റലിജൻസ് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ട്രിക്കി. പക്ഷെ അത് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. Thank you very much. Thank you very much. Thank you. അജേഷ് ബാബു. ഹായ് സർ. ചോദ്യം എന്ന് വളരെ അതായത് ഇപ്പൊ നമ്മൾ കൂടുതൽ ടെക്നോളജി വൈസ് അഡ്വാൻസ്ഡ് ആയി പോകുമ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു സോള് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സെക്കൻഡ്, ഇപ്പം നേരത്തെ സാർ പറഞ്ഞതുപോലെ നമ്മൾ ഡിമാൻഡ് ചെയ്ത് ഇപ്പം സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ടെക്നോളജി, ഇപ്പൊ ഒരു പുതിയ ടെക്നോളജി വരുമ്പം, ഇപ്പൊ ഉദാഹരണത്തിന് മൊബൈൽ ഫോൺസ് ഇപ്പൊ വരികയാണോ, ഒരുപാട് ടെക്നോളജീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആവശ്യമില്ലെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പൊതുവെ ഫിലിം മേക്കിങ്ങിൽ എവിടെയെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്? അത് എല്ലാ കാലത്തും ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു എക്യുപ്മെന്റ് ആദ്യം വരുന്നു. ഇപ്പൊ സിനിമയിൽ ആദ്യമായിട്ട് സ്റ്റഡി ക്യാം വന്ന സമയത്ത് എല്ലാ ഷോട്ട്സും സ്റ്റഡി ക്യാമിലായിരുന്നു. കുറെ അധികം ആളുകൾ അത് യൂസ് ചെയ്ത് തുടങ്ങി. അതൊരു എന്താ പറയുന്നത്, അത് എപ്പോഴും ഈ പറഞ്ഞ പോലെ കണ്ടന്റിന്റെ മേളിലേക്ക് ഫോമിനെ എലിവേറ്റ് ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെമ്പലോട്ട് നിൽക്കുക. കാരണം അവർക്ക് ആവശ്യം അത് അവരുടെ അതൊരു ഇപ്പൊ ഡ്രോൺ വരുന്നു, ആവശ്യത്തിന് അനാവശ്യത്തിനും ഒക്കെ ഡ്രോണാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ നമുക്കൊരു ഏരിയൽ ഫുട്ടേജ് എടുക്കണമെങ്കിൽ നമ്മളൊരു ഒരു ക്യാമറ മൗണ്ട് ചെയ്ത് അതിനൊരു സ്പെഷ്യൽ റിക്വയർമെന്റ് ആയിട്ട് ഒരു ഡിവൈസ്, ഒരു വെഹിക്കിൾ വിളിച്ച്, അതിപ്പോ ചോപ്പർ ആവാം, എന്തെങ്കിലും ഒരു സാധനമൊക്കെ വിളിച്ചിട്ടായിരിക്കും നമ്മൾ അതിന് അങ്ങനെ ഒരു ഷോട്ട് എടുക്കുന്നത്. അതിന് എത്രയും ചെലവുണ്ട്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ FPV പോലത്തെ ഡ്രോൺസ് വന്നതിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഈ ക്യാമറ ലിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. സോ എവറി ടൈം ദർ ഇസ് എ ഡിബേറ്റ്. ഡിബേറ്റും ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുക വേർ ബിറ്റ്വീൻ കണ്ടന്റ് ആൻഡ് ഫോം. ഫോം ആണോ മുകളിൽ നിൽക്കേണ്ട? ഞാൻ വിശ്വസിക്കുന്ന ഒരു തിയറി എപ്പോഴും എന്തൊക്കെ ഞാൻ ഇപ്പോഴും പുതിയൊരു സ്പേസിൽ ഒരു കഥ പറയാൻ തീരുമാനിക്കുമ്പോൾ, ഈവൻ ഇഫ് യു ടേക്ക് ഫോർ എക്സാമ്പിൾ സി യു സൂൺ എടുത്തു കഴിഞ്ഞാൽ, ഒരു പോയിന്റ് വരെ ഞാൻ കണ്ടന്റിന്റെ ഫോമിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഫോം വിട്ടിട്ട് ആൾക്കാർ കണ്ടന്റിലേക്ക് മാറണം എന്നുള്ളതാണ്. സോ ഈവൻ ഇഫ് 2 people ആർ ടോക്കിംഗ്, അതിനകത്ത് പോലും എന്താ പറയുന്നത്, ഒരു എഡിറ്റിൽ നമ്മളൊരു സ്പേസ് ഇടണം. ഓക്കെ, എത്രത്തോളം നമ്മൾ ഈ ഒരു ആക്ഷൻ കാണണം, അവിടെ എന്ത് കാണണം, ഇവിടെ എന്ത് കാണണം, എങ്ങോട്ട് ക്യാമറ മൂവ് ചെയ്യണം, എങ്ങോട്ട് അതിനൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ രസം ആളുകൾക്ക് ഉള്ളത് കൊണ്ടാണ് അവർക്കത് എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നത്. സോ അതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതൊരു ഗിമിക്, ഇത് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗിമിക് നമ്മൾ അങ്ങനെ ആവരുതെന്നുള്ളതാണ്. സോ അതിൽ വിട്ടിട്ട് കണ്ടന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ then it's advantage of the ഫിലിം മേക്കർ. ഓക്കെ, ഫിലിം മേക്കർക്ക് അവരെ എൻക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രൊവൈഡഡ് ഇത്തരം ടെക്നോളജിയിലൊക്കെയാണ് ഇത് പറയുന്നതെങ്കിലും ഫിലിം മേക്കേഴ്സിന് അവരെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ലൈക്ക് യു ഡോണ്ട് നീഡ് ടു ഹോൾഡ് യുവർ ഹാൻഡ് ആൻഡ് ഗൈഡ് ദം. നാച്ചുറലി അത് ഗൈഡഡ് ആവുന്നുണ്ട്. സോ അതാണ് ഇമേഴ്സീവ് വന്നാലും അങ്ങനെ ആയിരിക്കണം. അതായത് ഇമേഴ്സീവ് വന്നതുകൊണ്ട് നമ്മളിപ്പോ ഇപ്പൊ മേളിൽ ഒരു എക്സ്പ്ലോഷൻ ഇട്ടു, അവിടെ നിന്ന് താഴോട്ട് നോക്കി, ഇങ്ങോട്ട് വന്നു, അങ്ങനെ പോയി, അതല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു സിംഗിൾ ഷോട്ടിൽ ഒരു പടം എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു there should be a reason for that. ജസ്റ്റ് ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു സാധനം ചെയ്യണം അതുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് പറയുന്ന പോലെ ആവരുതല്ലോ. So there should be a reason for that. ആ റീസൺ ആണ് എപ്പോഴും നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ടത്. അതുള്ളിടത്തോളം കാലം നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടന്റിന്റെ മേളിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ആസ്പെക്റ്റിലാണെങ്കിലോ ഡ്രാമാറ്റിക് നീഡിലാണെങ്കിലോ, കാരണം നമ്മള് ആത്യന്തികമായിട്ട് നമ്മളെല്ലാവരും കുറച്ച് ലാർജർ ദാൻ ലൈഫ് ഡ്രാമ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ? സോ ആ ഡ്രാമ നമുക്ക് കിട്ടാത്തവർ, ആ ഡ്രാമയിലാണ് നമ്മൾ എല്ലാവരും ഹൈ ആവുന്നത്, നമ്മൾ ഇമോഷണലി ഹൈ ആവുന്നത്. അതെ, നമ്മുടെ ആ ഒരു ഹൈ കിട്ടാൻ ഫോമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഫോം ഉണ്ട്, ഫോം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ലെൻസിങ്ങും മൂവ്മെന്റും എല്ലാം അതിനെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് മാത്രം കാണുക.
ഈവൻ എഡിറ്റിംഗ് ഓൾസോ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. സർ, ഒരു ചോദ്യം ഇവിടെ ചോദിക്കട്ടെ. ഉദാഹരണത്തിന് ഇപ്പൊ AI ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ആക്ടേഴ്സിനെ റീക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ DAG ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു കേസ് വരുമ്പോ ശരിക്കും ആക്ടേഴ്സ് ഒരു ടൂൾ ആണല്ലോ, സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു ക്രൂഷ്യൽ ടൂളാണ്. അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് വരുമ്പോൾ ശരിക്കും അതിന്റെ ഒരു സോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്യുവർ ഫോം ഓഫ് ഓർഗാനിക് സാധനം നഷ്ടപ്പെടുമെന്ന് സാറിന് തോന്നുന്നുണ്ട്. എന്താണ് അതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സാറിന്റെ പെർസ്പെക്റ്റീവ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം നമ്മളിപ്പോ ആദ്യം പറഞ്ഞില്ലേ, സൗണ്ടിൽ ആദ്യം ഉണ്ടായി എന്ന് പറഞ്ഞ്. സൗണ്ടിൽ ഇപ്പോ എത്രയോ കാലം മുമ്പ് തന്നെ ദർ ആർ പ്ലഗിൻസ്, ലൈക്ക് VST പ്ലഗിൻസ് എന്ന് പറയും ഈ പ്രോഗ്രാമേഴ്സിന്റെ ഇടയിൽ. ഹാൻസമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിതം, അയാളുടെ നോട്ടുകൾ ഇവിടെ ഇരിക്കുന്ന ഒരു മ്യൂസിഷ്യന് കിട്ടുകയാണ്. അയാളുടെ ചെല്ലോ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അയാളുടെ ചെല്ലോയുടെ ട്യൂണിങ് എങ്ങനെയാണ്, അതേ സെയിം ട്യൂണിങ് ഇവിടെ കിട്ടുകയാണ്. സോ ഇറ്റ് ഈസ് പേറ്റന്റഡ്. ഹാൻസമറിന്റെ പേറ്റന്റിൽ ഒരു VST പ്ലഗിൻ ഉണ്ട്, ദാറ്റ് എനിബഡി ക്യാൻ യൂസ്. അത്രയും ഡെമോക്രാറ്റിക് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. എന്ന് വെച്ചിട്ട് അത് ഹാൻസമർ ചെയ്താണോ? അല്ലല്ലോ, അത് ഹാൻസമർ ചെയ്തല്ല. ഹാൻസമറിന്റെ നോട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഹാൻസമർ എങ്ങനെയാണ് ഹാൻസമർ ഒരു ചെല്ലോ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഡസന്റ് മീൻ ഐ എം ഹാൻസമർ. അതുപോലെയുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്ടർ അല്ലെങ്കിൽ സിംഗർ അതൊക്കെ സെക്കൻഡറിയാ. ഞാനെപ്പോഴും കാണുന്ന ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഇപ്പൊ വില കൂടിയ ഒരു ആക്ടർ വരുന്നു, സ്റ്റാർ, ഒരു സൂപ്പർ സ്റ്റാർ. ഈ സൂപ്പർ സ്റ്റാർ ആക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർക്ക് കിട്ടുന്ന എന്തൊക്കെയോ തരത്തിലുള്ള ലൈക്കബിലിറ്റി, പ്രസൻസ്, അവർക്ക് കിട്ടുന്ന ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്, ഇതെല്ലാം അവരെ ഒരു തരത്തിലുള്ള സ്റ്റാർഡമിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവരുടെ കമേഴ്ഷ്യൽ വാല്യൂഷനും ഉണ്ട്, അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു ബിസിനസ്, ഇതൊരു കച്ചവടമാണല്ലോ. അപ്പൊ കച്ചവടത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു ഒരു സംഭവം കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓക്കെ, ഇന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന സംഭവങ്ങൾ നടക്കും എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആണ് വരുന്നത്. ഇത് നമ്മളിപ്പോ ഒരു പുതിയ എക്യുപ്മെന്റ് വന്നാൽ ഇത് തന്നെ അവസ്ഥ. ഇപ്പൊ നമ്മളിപ്പോ ഈ ബോൾട്ട് എന്ന് പറഞ്ഞൊരു ക്യാമറ റിഗ് വരികയാണ്. സോ ഏർലിയർ ഇറ്റ് യൂസ് ടു ബി മോഷൻ കൺട്രോൾ വന്നിരിക്കുന്നു. മോഷൻ കൺട്രോൾ മൈലോ എന്നൊക്കെ പറഞ്ഞ ക്യാമറാസ് വന്ന് ബോൾട്ട്, അത് റോബോട്ടിക്സിലുള്ള സംഭവങ്ങൾ. അതിന് ഒരു ദിവസം 1.5 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഉള്ളൂ ഇത്. ഒരു കൂടിയ ലൈറ്റ് വരുന്നു, ആ ലൈറ്റ് നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ആ ലൈറ്റ് ഉപയോഗിച്ച് ഒരു ഷോട്ട് എടുക്കുന്നു. ഇപ്പൊ സ്കോർപിയോൻ ആം ഉപയോഗിച്ച് നമ്മളൊരു കാർ സീക്വൻസ് എടുക്കുന്നു. ട്രെയിലറിൽ ആൾക്കാർ BTSനകത്ത് ഈ സ്കോർപിയോൻ ആം കാണിക്കും. അതിപ്പം ഇപ്പോ ഹോളിവുഡിലായാലും നമ്മുടെ ഒരു ചെറിയ ഇൻഡസ്ട്രിയിലായാലും നമ്മളത് ചെയ്യും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ നീഡ് ടു ഷോ, ഓക്കെ, ഞങ്ങൾ ഇങ്ങനെയാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈ റെട്രോ സിനിമകൾ, കാരണം ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഫ്രാഞ്ചൈസിന്റെ കാലമാണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാർട്ട് 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, കാരണം ആൾക്കാർക്ക് അത് എപ്പോഴും ഒരു ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ഉള്ള ഒരു സിനിമയുടെ അടുത്ത പാർട്ട് എടുക്കാൻ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്, കാണാൻ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഒരു ഓൾറെഡി പ്രീ ബിസിനസ്, അതാണ് പ്രീ സെയിൽ നടക്കുവാണ്. സോ അതുകൊണ്ട് അവർക്കിപ്പോ ചിലപ്പോ ഈ പറഞ്ഞ പോലെ വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ആക്റ്റീവായിട്ട് അഭിനയിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ചിലപ്പം ഈ ടെക്നോളജി യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, പ്രൊവൈഡഡ് ഇവർക്കൊക്കെ ഇതിനുള്ള റോയൽറ്റി. ഞാൻ പറഞ്ഞ അതാണ് വേണ്ടത്, അതാണ് അൾട്ടിമേറ്റ്ലി വേണ്ടത്. നമ്മൾ ഇവർക്കൊക്കെ ഇപ്പൊ റൈറ്റർ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഈ AI വന്നപ്പോൾ നമ്മൾ ആരും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ പണി നഷ്ടപ്പെട്ട ആൾക്കാരെന്നറിയോ? ഗ്രാഫിക് നോവൽ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക്, ഗ്രാഫിക് ആർട്ടിസ്റ്റുകൾക്ക്. കാരണം ഇത്രയും കാലം സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവരൊരു ബ്രഷിന്റെ സ്ട്രോക്ക് ടെക്സ്ചർ ഉണ്ടാക്കി എടുത്തിരിക്കുക. ഞങ്ങളുടെ ആർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കുന്നത്. ഒരാള് അത് അയാളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അയാൾ അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ആ സാധനം ഈ AI ഡിവൈസ് എന്താ ചെയ്യുന്നത്? അവർ 10 മിനിറ്റ് കൊണ്ട് ക്രാക്ക് ചെയ്യുക. അയാള് ഒരു ആർട്ടിസ്റ്റ് ഒരു 2 കൊല്ലം കൊണ്ട് വരച്ചെടുത്ത ഒരു സാധനം ഇന്ന് ഒരു AI മെഷീൻ മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക. സോ അവരെന്താ ചെയ്യണ്ടേ? അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ബിക്കോസ് അവരെ കോപ്പി ചെയ്യുക, അവരെ പെട്ടെന്ന് എന്ന് വെച്ചിട്ട് അവരല്ല അത്. ഇറ്റ്സ് നോട്ട് ദെയർ വർക്ക്, ബട്ട് ഇറ്റ് കംസ് അണ്ടർ ദെയർ ലേബൽ, അല്ലേ? അവരുടെ ലേബലല്ലേ വരുന്നത്. സോ വാട്ട് ടു ഡു? ഹായ്, മഹേഷ് അഭിജയാണ്. ഞാനും അസംസാഫ്റ്റിന്റെ ഭാഗമാണ്. സോ എനിക്ക് ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യത്തിന്റെ ഏതാണ്ട് ഉത്തരങ്ങൾ ഇപ്പൊ കഴിഞ്ഞ 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ നിന്ന് ഏതാണ്ടൊക്കെ കിട്ടി. അതുകൊണ്ട് ഞാൻ ഒന്ന് റീഫ്രെയിം ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ് എന്റെ ക്വസ്റ്റ്യൻ.
there are a lot of technologies coming. It is already there, and actors ഒരു എന്താ ഈ പറഞ്ഞ ഒരു നമുക്കറിയാം ഒരു ട്രഡീഷണലി എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് എന്താണ് ആക്ടേഴ്സിന്റെ ഒരു സ്വഭാവം, എങ്ങനെയാണ് അവർ സിനിമയെ കൺസീവ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിനെ അല്ലെങ്കിൽ ടെക്നോളജിയെ കൺസീവ് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ആക്ടറെ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. ബാക്കി ടെക്നോളജി അറിയുന്ന ഒരാൾ എഡിറ്റർ എന്നുള്ളതൊക്കെ ആവശ്യമുണ്ട്, സൈഡിലിരിക്കട്ടെ. എങ്കിലും ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ഇപ്പോ ഒരു ആക്ടർ എങ്ങനെ എക്വിപ്ഡ് ആയിരിക്കണം ഈ ടെക്നോളജീസ് ഉപയോഗിക്കുന്ന സമയത്ത്? അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ ടേക്ക് ഓഫിന്റെ സമയത്ത് മിഡിൽ ഈസ്റ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കൊച്ചിയിൽ അതിന് സെറ്റ് ഇടുന്ന സമയത്ത് ആക്ടേഴ്സ് നീഡ് എ കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ. ലൈക്ക് അത് എത്രമാത്രം ടെക്നിക്കലി സൗണ്ട് ആയിരിക്കണം, എക്വിപ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഏതൊക്കെ ഒരു ആക്ടറുടെ ടൂൾസ് ആണ് സ്ട്രോങ് ആയിട്ട് ഉണ്ടാവേണ്ടത് സിനിമ ഇത്തരത്തിൽ മാറുമ്പോൾ? അഭിജ, ടു ആഡ് ടു ദാറ്റ്, ഐ തിങ്ക് ഇപ്പൊ നമ്മളൊരു കാലത്ത് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന്, അതായത് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അടഞ്ഞ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഫിലിം കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ കാലത്ത് നമ്മൾ ടിപ്പിക്കലി സ്റ്റുഡിയോയ്ക്കകത്ത് നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ആ സ്റ്റുഡിയോയ്ക്ക് അകത്തോട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ് നമ്മൾ. കാരണം ആ ഒരു സ്ഥലത്തെ, കാരണം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പല സ്ഥലത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, ആൾക്കാർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാണ് അൺറിയലിലും. കാരണം അവിടെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ടു റിയാലിറ്റി, കാരണം ഒരുപാടൊന്നും ക്രിയേറ്റ് ചെയ്യാതെ ചെറിയ എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് വലിയ സ്കെയിലുകളിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുക. അവിടെ ആത്യന്തികമായിട്ട് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇല്ലാത്തൊരു വലിയ സംഭവമുണ്ട്. അതായത് നിങ്ങളെ പോലുള്ള ആക്ടേഴ്സിനെ നമ്മൾ ആദ്യം വിളിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും പലരും നിങ്ങൾക്ക് തന്നെ അനുഭവിക്കുന്ന പ്രശ്നമാണ്, തലേ ദിവസമായിരിക്കും നിങ്ങൾക്ക് സ്ക്രിപ്റ്റിന്റെ ഒരു കോപ്പി കിട്ടുന്നത്, അല്ലെ? ഒരു ഫുൾ സ്ക്രിപ്റ്റ് പോലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല, എന്താണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയില്ല. അല്ലെങ്കിൽ രാവിലെ ഇപ്പൊ ഞാൻ പേഴ്സണലി അനുഭവിച്ചൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ മാലിക്കിന്റെ സമയത്ത് ജലജ ചേച്ചി കുറച്ച് സമയം എടുത്ത് ഞാൻ കൺവിൻസ് ചെയ്ത് അവരെ ഈ പടത്തിലോട്ട് കൊണ്ടുവരാനായിട്ട്. സോ ഒരു 2-3 മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിക്ക് സ്ക്രിപ്റ്റ് ചേച്ചിയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു പോകാൻ നേരത്ത് പുള്ളിക്കാരൻ എനിക്ക് ആ സ്ക്രിപ്റ്റ് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചിയുടെ കോപ്പിയാന്ന് പറഞ്ഞു. എനിക്ക് കോപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും സിനിമ അഭിനയിച്ചല്ലേ ചേച്ചിക്ക് ഇതുവരെ ഒരു കോപ്പി ഇല്ലെങ്കിൽ? എനിക്ക് ഇതുവരെ ഒരു സ്ക്രിപ്റ്റ്, എനിക്ക് ആരും സ്ക്രിപ്റ്റ് തന്നിട്ടില്ലെന്നോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റിന്റെ കോപ്പി കിട്ടുന്നത്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവര് നിങ്ങൾ എങ്ങനെയാ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ജോർജ് സാറിന്റെ കാലത്ത് അല്ലെങ്കിൽ ലെനിൻ സാറിന്റെ സമയത്ത്, ഈ ഐ.വി. ശശി സാറിന്റെ കൂടെയൊക്കെ എങ്ങനെയായിരുന്നു? രാവിലെ വരുന്നു, അസോസിയേറ്റ് സീൻ പറയും, റൈറ്റർ ഉണ്ടെങ്കിൽ റൈറ്റർ കുറച്ച് ബ്രീഫ് ചെയ്യും, ഡയറക്ടേഴ്സ് ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് പറയാറുള്ളൂ ഇത് കൊള്ളാം. ആ ഒരു കാലത്ത് അതിൽ നിന്ന് ഒരുപാടൊന്നും മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടൊന്നും മാറിയിട്ടില്ല. സോ ആ ഒരു സമയത്ത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആക്ച്വലി വേണ്ട എന്താണ്? ആക്ച്വലി വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു റീഡിങ് സെഷൻ ഉണ്ടാവണം, പ്രോപ്പറായിട്ട് റീഡിങ് സെഷൻ ഉണ്ടാവണം. ആ റീഡിങ്, അതായത് പ്രീക്കകത്ത് ആക്ടേഴ്സിനെ പ്രീയിൽ തന്നെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളിപ്പോ ഒരു ആക്ടറുടെ ഡേറ്റ്സ് മേടിക്കുകയാണെങ്കിൽ ഈ ഡേറ്റ്സിനകത്ത് ദിസ് ഹാസ് ടു ബി ഇൻക്ലൂഡഡ്. അതാരും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അവരെല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഈ മീറ്റർ ഓൺ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, ലൊക്കേഷനിൽ വന്ന് വാനിറ്റിയിൽ വന്ന് നമ്മൾ മേക്കപ്പ് ഇട്ട് തുടങ്ങുമ്പോൾ തൊട്ട് ഓക്കെ ഇവര് കൗണ്ട് ചെയ്യാണ്, അഭിനയിച്ചു തുടങ്ങി, കോൾ ഷീറ്റ് വീണു തുടങ്ങി എന്ന് പറഞ്ഞ പോലെ അല്ലാതെ ദർ ഹാസ് ടു ബി എ ടൈം. ഇങ്ങനെയും കൂടി ഒരു സമയം ഉണ്ടാവണം. ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയം കൂടെ ഉണ്ടാവണം. തിയേറ്റർ പോലെ, ജസ്റ്റ് ലൈക്ക് തിയേറ്റർ, നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ നിന്നുള്ള ആ ഒരു സമയം അതിലേക്ക് ആൾക്കാർ മനസ്സിലാക്കണം. ഈവൻ സ്റ്റുഡിയോസ്, ഞാൻ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസുകൾ മനസ്സിലാക്കണം, ഡയറക്ഷൻ ടീം മനസ്സിലാക്കണം, പ്രൊഡക്ഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോ നേരത്തെ ഞാൻ ഈ പറഞ്ഞില്ല, അൺറിയലിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് വെറും പച്ച ബാക്ക്ഗ്രൗണ്ടിൽ അഭിനയിക്കുന്നതിനകത്ത് ആക്ടേഴ്സിന് ഒന്നും കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്താ അവിടെ വരാൻ പോകുന്നത്, അവിടെ എന്താണ് ബാക്ക്ഗ്രൗണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട് അറിയുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താണ്. ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു പ്രീ വിഷ്വലൈസേഷൻ നടന്നിരിക്കുന്നു. ആ പ്രീ വിഷ്വലൈസേഷൻ നടന്നിരിക്കുന്നതിനകത്ത് അതിനകത്തൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവുമല്ലോ, ക്യാരക്ടറിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവില്ല, എൻവയോൺമെന്റിന്റെ ബാക്ക് സ്റ്റോറി ഉണ്ടാവുമല്ലോ, ഏത് സീസണിലാണ്, മഴ പെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ വായനയിൽ തന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് വായിക്കാനും ഒരുമിച്ചിരുന്ന് പെർഫോം ചെയ്യാനും നാടകത്തിന് റിഹേഴ്സൽ ചെയ്യുന്ന പോലെ, ഞാൻ പറയുന്ന ഒരു റൺ ത്രൂ ചെയ്യുന്ന പോലെ അല്ല, കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് റൺ ത്രൂ ചെയ്യുന്ന പോലെ അല്ലാതെ
നമ്മൾ ചുമ്മാ മോക്കപ്പ് പ്രോപ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ നമുക്കൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ആക്ടേഴ്സ് കുറെ കൂടെ എനിക്ക് തോന്നുന്നു പുറത്തത് നടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ അത് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രശ്നം കാണും. നമുക്ക് ഒന്നാമത് നമ്മുടെ ലിമിറ്റഡ് ബഡ്ജറ്റിങ്, അതിനകത്ത് ഇത്ര ആളുകൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് സിയൂസൂണില്ല. ബിക്കോസ് സിയൂസൂണിൽ ഒരിക്കലും ഒരാൾക്കും ദർ ഇസ് നോ കോമ്പിനേഷൻ, റൈറ്റ്? ഒരു ആക്ടർ എങ്ങനെ അഭിനയിക്കുന്നത്? സ്ക്രീൻ നോക്കി അഭിനയിക്കണ്ടേ? ദർ ആർ നോ. ഇപ്പൊ ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താ? കോ ആക്ടർ. ഇറ്റ് ഈസ് നോട്ട് ദ ഡയറക്ടർ. കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ ഇൻപുട്ട് അനുസരിച്ച് ഒരു ആക്ടർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ദർ ഇസ് ഓൺലി എ സ്ക്രീൻ. സോ അപ്പൊ അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അവിടെ എന്റെ ആക്ടേഴ്സ് എല്ലാവരും കണ്ടിന്യൂസ്ലി അവൈലബിൾ ആണ്. സോ ദേ വർ ഗിവിംഗ് ദ ക്യൂസ് കോൺസ്റ്റന്റ് ആയിട്ട്. അവര് എങ്ങനെയാണോ ഇമോട്ട് ചെയ്യേണ്ടത് അതേപോലെ അവര് ആ പോസുകളും, ഇപ്പൊ കരയാണെങ്കിൽ ആ കരച്ചിലടക്കം തിയേറ്റർ പോലെ അവർ ഇമോട്ട് ചെയ്തു. ഇതെനിക്ക് കോവിഡ് ആയതുകൊണ്ടാ പറ്റി. കോവിഡ് അല്ലെങ്കിൽ എനിക്ക് പറ്റൂല. കാരണം അവരെന്താ നോക്കുന്നത്? എനിക്ക് എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക ആദ്യം, അല്ലെ? സത്യമല്ല? എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, എനിക്ക് എത്ര ദിവസം ഉണ്ട്? ഓക്കെ, ഇത്ര ദിവസം ഉള്ളൂ. അപ്പൊ ഞാൻ അത്രയും ദിവസം വന്നാൽ പോരെ? ബാക്കി ദിവസം എനിക്ക് വേറെ പടത്തിന് ഡേറ്റ് കൊടുക്കാമല്ലോ. അതാണ് ഇൻഡസ്ട്രി, അതാണ് കൺവെൻഷൻ. സോ ആ കൺവെൻഷനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ഇത്രയും സമയം ആണെങ്കിൽ അത്രയും സമയം അവൈലബിൾ ആക്കാൻ പറ്റണം. ആ ഒരു അവസ്ഥയിലേക്ക് വരണം. ആൻഡ് ഞാൻ ഓർക്കുന്നു, ആക്ച്വലി ഞങ്ങൾ കോവിഡ് സമയത്ത് പല ലൊക്കേഷനിൽ ഇരുന്നിട്ട് വി മെയ്ഡ് എ തിയേറ്റർ, ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കി ഇതുപോലെ. ദാറ്റ് വാസ് പോസിബിൾ ബിക്കോസ് ഇത് തിയേറ്റർ ആയതുകൊണ്ടും അതിന്റെ നമുക്ക് ഒരിടത്തും ഷോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ വി വെന്റ് ത്രൂ ദ പ്രോസസ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്കത് ഓർമ്മ വരികയായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ എൻഗേജിംഗ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സമയം നീക്കി വെച്ചതിന് വളരെയധികം നന്ദി. എന്റെ പേരിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലും ഞാൻ മഹേഷേട്ടന് താങ്ക് യു പറയണം. എപ്പോഴെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.